അപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ ഉള്ള ചെലവിൻ്റെ ഒരു നല്ല എമൗണ്ട് ചിലവാകുന്നതും മരുന്നുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? അങ്ങനെയല്ലേ ഒന്ന് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? അപ്പം ഈ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് നമ്മൾ ചെലവാക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണോ? അത്യാവശ്യം. അപ്പൊ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അവോയ്ഡ് ചെയ്യാൻ പറ്റിയല്ലേ? പറ്റും. എങ്ങനെയാണ്? രോഗം വരാതിരുന്ന് വെച്ചാൽ മതി, ഇല്ലേ? ഇല്ലേ? അങ്ങനെയാണ് ഞാൻ രോഗം വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. രോഗം വന്നാലും ചെയ്യും. നമ്മൾ ഈ പുക മുടക്കുന്നത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം അങ്ങ് മാറും. വീട്ടിൽ രോഗിയുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഇല്ലേ? നമ്മളെല്ലാവരും അയാളെ കെയർ ചെയ്യാൻ, അയാളെ ഡിപ്പെൻഡ് ചെയ്താൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റേണ്ടി വരും, ഇല്ലേ? അപ്പൊ ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? രോഗം ഉണ്ടാകരുത്. രോഗം ഉണ്ടായിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്നാലും മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്, നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് നമ്മളുടെ ഭക്ഷണം ആണ് പ്രധാനപ്പെട്ട രോഗം വരുത്തുന്ന ഒരു കാര്യം. ഭക്ഷണം ശരിയാണെങ്കിൽ രോഗം ഉണ്ടാകത്തില്ല, ഇല്ലേ? അപ്പോൾ നല്ല ഭക്ഷണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ കൃഷിയിലേക്ക് ഇരിക്കുന്നത്. നല്ല ഭക്ഷണം നമുക്ക് എവിടെ കിട്ടും? തിരുവനന്തപുരത്ത് കാലയിൽ ചെന്നാല്, ഇല്ലേ? അവിടെ മേടിക്കാൻ കിട്ടിയല്ലേ നല്ല ആഹാരം? കിട്ടുമോ? ഇനി എവിടെയാ കിട്ടുന്നത്? ചപ്പാത്തിയോ? സ്വന്തം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് വേറെ നിവൃത്തിയില്ല, ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ കൃഷിയോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി ചീരകൃഷിയായിരുന്നു. കാരണം നല്ല ചുവന്ന നിറമുണ്ടല്ലോ. അപ്പം കൊച്ചിനെ തൊട്ടാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ചീരകൃഷി. അപ്പം കൃഷിയോടുള്ള താല്പര്യപ്രകാരം ഞാൻ അന്നേരം കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ കോട്ടയത്ത് പള്ളത്തുള്ള എംകുര്യൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇടവന്നത്. ഇവിടെ പറഞ്ഞതാണ്, മനുഷ്യൻ ഫ്രൂട്ടേറിയനാണ്. മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് എന്നതായിരിക്കണം? ഫ്രൂട്ട്സ് ആയിരിക്കും. ഏറ്റവും നല്ല ആഹാരം, അല്ലേ? ഫ്രൂട്ട്സ്. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ കിട്ടി. അപ്പൊ എനിക്ക് കുറെ സ്ഥലം കണ്ടമുണ്ടായിരുന്നു. കണ്ടം നേർത്തി കഴിഞ്ഞിങ്ങനെ അവിടെ എന്താ കൃഷിയൊന്നും പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് ഓരോന്നൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെരുപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു എനിക്ക്. മാത്രമായിട്ട് തുടങ്ങിയതാണ്. അതിന് അവിടെ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഇതിന്റെ ആവശ്യം വേണ്ടിയിട്ട് മുഴുവൻ യാത്രകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ആദ്യത്തെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മാസിക, കർഷകൻ മാസിക പഠിച്ചിട്ടുണ്ടോ? കർഷകൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ അല്ല, മനോരമയുടെ അല്ല, ദീപികയുടെ. ദീപികയാണ് ആദ്യം കർഷകൻ എന്ന് പറഞ്ഞൊരു മാസിക ഇറക്കുന്നത്. അത് കഴിഞ്ഞാണ് മനോരമക്കാർ കർഷക ശ്രീ തുടങ്ങി. സർക്കാർ സർക്കാരിന്റെ ഒരു മാസികയുണ്ട്. അപ്പൊ അതൊക്കെ പിന്നീട് തുടങ്ങി. അപ്പൊ ഈ കർഷകൻ മാസികയിൽ ഓരോ ആർട്ടിക്കിൾ വരും. അപ്പൊ അങ്ങനെ ഓരോ കർഷകരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വരുമ്പോഴത്തേക്കും വിജയിച്ച കർഷകര് ഒക്കെ പറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി അട്രാക്ഷൻ തോന്നി. ഞാൻ ഈ യാത്ര പോകുന്ന സമയത്ത് ഇവരുടെ അഡ്രസ്സ് കളക്ട് ചെയ്യും. ചിലരുടെ അഡ്രസ്സ് അവിടെ തന്നെ കാണും, അല്ലെങ്കിൽ ഫോൺ നമ്പർ കാണും. അതല്ലെങ്കിൽ ഞാൻ ദീപികയെ പോയി അവിടെ ചെന്ന് ഞാൻ ചോദിക്കും, ഇതാരെ ഈ ലേഖനം എഴുതി, ആരൊക്കെ ചെയ്തു. അപ്പൊ അവിടെ നിന്ന് അഡ്രസ്സ് മേടിക്കും. വീട്ടിൽ അവരെ പോയി കാണും. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് ഇതൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, അതോ അത് പത്രക്കാരിക്കുമ്പോ എഴുതിയേക്കുന്നതല്ലോ ആളുകൾ ഇത് വായിക്കാനായിട്ട്. എനിക്ക് വല്ല സത്യമാണോ? കൃഷിയോട്ട് വല്ല ജീവിക്കാൻ പറ്റുമോ? എന്നുവെച്ചാൽ നമ്മൾ ഈ മാസികയിൽ എഴുതിയിരിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു കമന്റാണ് അവരുടെ ഇന്ന് നേരിട്ട് കിട്ടുന്നത്. അത് പത്രക്കാരങ്ങനെയൊക്കെ എഴുതും. അത് വായിച്ച് നമ്മളെല്ലാവരും നിർബന്ധി അടയും. അല്ലാതെ ഇതൊന്നും സത്യമല്ല പിന്നെ എനിക്കങ്ങനെ ബോധ്യമായി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കൃഷിയിലേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സഹായിക്കാനായിട്ടുള്ള ആ പഴയ കേരള ജൈവ കർഷക സമിതിയുണ്ട്. അവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യൻ നമ്മളുകൊണ്ട് എന്തെങ്കിലും കുഴിച്ചു വെച്ചാൽ അത് സാധനങ്ങളൊക്കെ തന്നെ വളർന്നോളും. ഈ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി.
ഈ കൃഷിഭവനുകൾ നടത്തുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച വിഷയം ഫിസിക്സ് ആണെങ്കിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും ഹ്യൂമസും സ്യൂഡോമോണാസും ഇങ്ങനെയുള്ള ഒത്തിരി ടേംസ് ഒക്കെ നല്ല പരിചയമായിരുന്നു. ബാക്ടീരിയം ഇതൊക്കെ എന്താണെന്നൊക്കെ ഇങ്ങനെയൊക്കെ അറിയാമായിരുന്നു. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ കൃഷി ചെയ്യും. മുഴുവൻ പരാജയം. പക്ഷെ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു, നീ വിജയിക്കും, നീ പരാജയപ്പെടത്തില്ല, നീ മുന്നോട്ട് പോക്കോ, ഈ പരാജയം എന്നൊരു കാര്യമില്ലെന്ന് എൻ്റെ മനസ്സെപ്പോഴും പറയുന്നത്. അപ്പം അങ്ങനെ കുറേ വർഷങ്ങൾ ഒരുപാട് മണ്ടൻ കൃഷികൾ, പൊട്ടത്തരങ്ങൾ കൃഷി ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനമാണ് എന്നോട് ഒരു പ്രായമായിട്ടുള്ള ഒരു ചേട്ടൻ ജോമിക്ക് പറ്റിയൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് സുഭാഷ് പലേക്കറിന്റെ ക്ലാസ് വന്നപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് എടുത്ത് എനിക്ക് തരുമായിരിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഈ അന്വേഷിച്ചിരുന്ന ഒരു സാധനമാണിത്. നമുക്കൊരു പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവിടെ 5 ദിവസത്തെ ക്ലാസ്സാണ് നടത്തിയത്. 5 ദിവസത്തിൽ 4-ാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 5-ാം ദിവസം ആ പടെ ക്ലാസ് അലങ്കോലപ്പെട്ടു. ഒരു മഴ പെയ്തു, ഒരു വലിയ മരം ഒഴുകി പന്തലിന് മുകളിലോട്ട് വീണ് അതോടെ ക്ലാസ്സും എല്ലാം തീർന്നില്ല. അങ്ങനെ വൃത്തിയാതെ പോയി. എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ അന്വേഷിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ക്ലാസ്സിന് കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും അത് ആലപ്പുഴയിൽ ഗാന്ധി സ്മാരകത്തിൽ വെച്ച് വെങ്കിക്കുഴിയിൽ അവിടെ 7 ദിവസത്തെ ക്ലാസ്സാണ്. അവിടെ പോയി അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ഒരു പശുവിനെ വളർത്തുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ നാടൻ പശുവിനെ അന്വേഷിച്ച് ആ പടെ നാടൻ പശു എന്നാണെന്ന് അറിയാവുന്നത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കുറേ പേർക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അങ്ങനെ ഞാനും 2-3 സുഹൃത്തുക്കളും കൂടി ഒരുപാട് സ്ഥലത്ത് നാടൻ പശുവിനെ അന്വേഷിച്ചു പോയി. അവസാനം ഞങ്ങൾ അടിമാലിയിലുള്ള ഷാജി എന്ന് പറയുന്ന പുള്ളിയെ പരിചയപ്പെട്ടത് ആലപ്പുഴ വെച്ചാണ്. പുള്ളി പറഞ്ഞ് ഞാൻ ഇപ്പോൾ കാസർഗോഡുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ നാടൻ പശുക്കളുണ്ട്, എനിക്കൊരു മേടിക്കാം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി ഞങ്ങൾ 3 പേര് പോയി. അവിടെ പോയി പല വീടുകളിൽ പോയി. ഞങ്ങൾ പലർക്ക് വേണമായിരുന്നു പശു. അങ്ങനെ ഞങ്ങൾ 9 പശുക്കളെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് പലർക്കും കൊടുത്തു. അതിൽ വന്ന് എനിക്ക് ഞാനും വളർത്തി. അങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് കൃഷി വിജയം എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വരും. അതുവരെ മുഴുവൻ പരാജയം, ഒരു തൃപ്തിയില്ല. ഇപ്പൊ ജൈവകൃഷി ചെയ്താലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ്, ഇപ്പൊ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഒത്തിരി പാടുപെടുകയും ചെയ്യണം, നമുക്ക് അതിനനുസരിച്ചുള്ള ഫീൽഡ് കിട്ടത്തുമില്ല. പിന്നെ നമുക്ക് നല്ല ഭക്ഷണമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ പശുവിൻ്റെ ചാണകവും മൂത്രവും കൾച്ചർ ചെയ്ത് ജീവാമൃതം ഉണ്ടാക്കി കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് വലിയ ചിലവില്ല. നമുക്ക് വളവും കാര്യങ്ങളും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. 10 പൈസ സാധനം മേടിക്കണം. പിന്നെ അവിടെ കുറേ കാര്യങ്ങൾ മൾച്ചിങ്ങിനെ കുറിച്ചും പിന്നെ സൂക്ഷ്മജീവികളെ കുറിച്ചും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ നാടൻ പശുവിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടാണ് ഞാൻ ഈ പശുവിൻ്റെ ചാണകം മൂത്രമൊക്കെ ഉപയോഗിച്ച് ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെ ഞാൻ ചികിത്സ എന്താണെന്നറിയാനാണ് പഠിക്കാൻ പോയത്, ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞ് എനിക്കൊരു നടുവേദന ഉണ്ടായിരുന്നു. വലിയ പെട്ടിയെടുത്ത് പൊക്കിയപ്പോഴത്തേക്കും നടുവ് വെട്ടിയതാണ്. ഒരുപാട് ചികിത്സകൾ ചെയ്തു, കംപ്ലീറ്റ് മാറിയിട്ടില്ല. ചെറിയൊരു പിടുത്തം പോലെ അറിയുന്നുണ്ട്. ഇത്തിരി ആയുർവേദമൊക്കെ ചെയ്തു. ഈ പഞ്ചവീചികിത്സയുടെ ആചാര്യൻ ഇന്ന് കേരളത്തിൽ വന്നപ്പോഴത്തേക്കും അന്ന് അവരുടെ പ്രോഗ്രാം നടത്തേണ്ടതായിട്ട് നേതൃത്വം നൽകേണ്ടതായിട്ട് എനിക്ക് വന്നു. അന്നേരം ഞാൻ പുള്ളിയോട് ഇങ്ങനെ നടുവിന് വലിയ പ്രശ്നമുണ്ട്, നടുവേദന ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് വേദന ഇല്ലായിരുന്നു, നടുവിന് പിടുത്തം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പുള്ളി കൈ നോക്കിയിട്ട് നിസ്സാര സംഭവം മാറ്റി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിറ്റേ ദിവസം രാവിലെ പിടിച്ചിടാമെന്ന് പറഞ്ഞു. എന്നാന്ന് എനിക്കറിയത്തില്ല. പിടിച്ചിടാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വാവിച്ച് നേരത്തെ കിടത്തി കാലം പിടിച്ചാൽ കുറച്ചിലും കഴിഞ്ഞ് പിടിച്ചിട്ട് വെക്കുന്നില്ല. പുള്ളി പറഞ്ഞാൽ ശരിയായെന്നുള്ളൂ. എനിക്കൊന്നും തോന്നിയില്ല. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് കാലെ തളവേണ്ട കഴിച്ച് അതുകൊണ്ട് വെട്ടി നോക്കിയിട്ട്
ഇവനെ പിടിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ നദിയിൽ കൊടുക്കുന്നു പരിപാടി. അന്നേരമാണ് എനിക്ക് തോന്നിയത് എടാ ഇത്രയും നിസ്സാരം ഇത്രയും കൊല്ലം കൊണ്ട് നടന്ന ഈ പ്രശ്നം ഈ അരമണിക്കൂർ കൊണ്ട് മാറ്റാൻ ഈ പണി പഠിക്കണ്ടേ. അങ്ങനെയാണ് ഞാൻ പഞ്ചകർമ്മ ചികിത്സ പഠിക്കാൻ പോയത്. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആദ്യമൊക്കെ പനിക്കൊക്കെയുള്ള മരുന്നുകളൊക്കെയാണ് സ്വന്തമായിട്ട് ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ പനിക്കൊക്കെ നമ്മൾ മരുന്ന് കഴിച്ച് എത്ര ദിവസം കൊണ്ട് പനി പോകും? ഒരാഴ്ച. ഇപ്പോൾ ഒരു കുളിരൊക്കെ തുടങ്ങി ഒരു ദിവസം മരുന്ന് ഇപ്പോൾ എടുത്ത് കഴിച്ച് ഒരു കിടക്കാൻ നേരത്തെ 2 ദിവസം കൂടെ കഴിച്ച് നേരം വിളിക്കാൻ പനിയില്ല. അതുപോലത്തെ അത്ഭുതങ്ങളാണ് എനിക്ക് കാണാൻ പറ്റിയത്. എൻ്റെ തന്നെ അനുഭവം. ആദ്യം ഞാനിത് പഠിക്കാൻ ചെന്നിട്ട് മരുന്ന് പരീക്ഷിച്ച് വിടുകയെന്ന് അറിയുമോ? എന്നെ തന്നെയാണ് ഈ പശുവിന് നമ്മുടെ CO3 പോതയില്ല, പോത അത് ഞാൻ കുറെ പശുവിന് മേടിച്ച് കഴിഞ്ഞിട്ട് കുറെ കുഴിച്ചു വെച്ച് കഴിഞ്ഞാനായിട്ട് ഞാൻ തന്നെയാണ് കുഴിച്ചു വെക്കുന്നത്. കുഴിച്ചു വയ്ക്കാനായിട്ട് ഞാൻ കുഴിയെടുത്ത് നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആഴ കിട്ടിയിട്ടുണ്ട്, വെയിലത്ത് തുണിയൊക്കെ നോക്കാനിടുന്നത്. അപ്പം അത് ഞാൻ കണ്ട് അവിടെ നിൽക്കുന്നത്. പക്ഷെ ഒരു കുഴി കുത്തിയപ്പോഴത്തേക്ക് അതിൽ റബ്ബറിൻ്റെ വേര് ഞാൻ എന്ത് ചെയ്തു, തുമ്പെടുത്ത് ഒറ്റ കുത്തിയത് നേരെ ഈ അഴയിലോ തുമ്പമുണ്ട് ഒറ്റ ഇവിടെ ഇത്രയും സ്ഥലം ചതഞ്ഞു. അപ്പൊ ഞാൻ പഠിത്തം തുടങ്ങിക്കഴിഞ്ഞാൽ അന്നേരം അത് പഠിപ്പിച്ച് പറഞ്ഞ വേദനയ്ക്കും മുറിവിനും ഏറ്റവും നല്ല മരുന്ന് പറയുന്നത് ചാണകം. അത് വേറെ എനിക്ക് പരീക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ വലിയ പറമ്പിൽ കൂടെ പോയി പശുവിന് നിർത്തിയെന്ന് അത് ശരിക്കും പറഞ്ഞാൽ കാണിച്ച് ചെറിയ ഭവങ്ങളുണ്ട്, നിലത്തിന് എടുക്കരുത്. അത് ചെയ്യുമ്പോൾ പശു ചാണകം എടുക്കുമ്പോൾ പാത്രത്തിൽ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചെടുക്കണം, എന്നിട്ടാണ് ചെയ്യേണ്ടത്. പിഴിഞ്ഞ് നീരെടുത്തിട്ട് നീരാ പറ്റേണ്ടത്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇത് ചാണകം കിടപ്പുണ്ട്. കാരണം ഇങ്ങനെ പോലെ ആവി പോലെ വരും ഈ ചാണകം. അതൊക്കെ കഴിഞ്ഞ അതിലും പഴയ ചാണകമായിരുന്നു. എന്നാണ് ഈ സാധനം എടുത്തത് അതിന് നേരെ എടുത്തില്ല ശരിക്കും അതിൻ്റെ മോതൊക്കെ കുത്തിക്കഴിഞ്ഞ് ഇതുകൊണ്ട് വിട്ടുപടിയെല്ലാം പറ്റുമോ? പറമ്പിക്കുടിയൊക്കെ കാണുന്ന 3/4 മണിക്കൂർ പറമ്പിക്കുടിയൊക്കെ കാണുന്നതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴുകിയിട്ടൊക്കെ വീട്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. കഴുകി കാഞ്ഞ് വീട്ടിലോട്ടൊക്കെ ഇട്ടുണ്ട്. വീട്ടിലോട്ട് ചെന്ന് എനിക്ക് കിടന്ന് ഭയങ്കര എനിക്ക് ഇതായിപ്പോയി. നേരെ കയറിക്കണമെന്ന് ഉറങ്ങി. അതുപോലെ ഒരു അസ്വസ്ഥതയായിരുന്നു. പിന്നെ ആ മുറിവേണ്ടി ഞാൻ മരുന്നേ ചെയ്തു. അത് കഴിഞ്ഞു. ഇതാണ് ഞാൻ ആദ്യം പഞ്ചഗവ്യത്തിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചാണകം മുറിവ് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ മുറിവിന്റെ ചാണകം ഉണ്ടായത് ഇതുകൊണ്ട് ചാണകം എടുത്ത് കുത്തിയതാണ്. അത് ആ ഒരു പ്രാവശ്യം വെച്ചതല്ലാതെ പിന്നെ ഞാൻ മരുന്ന് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് എന്നോട് വന്നു. ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് സിദ്ധ ഔഷധമാണ് ഈ ചാണകം. ഒരു വേദനയ്ക്ക് നടുവേദനയൊക്കെ വരികയല്ലേ, നടുവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് ചാണകം പിഴിഞ്ഞ് വരട്ടി കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ നമ്മളത് ഞങ്ങൾ ആ മരുന്നുണ്ടാക്കുമ്പോൾ അതിന് പല മരുന്നുകൾ ചേർക്കുന്നുണ്ട്. ചങ്ങലം പരട്ടെ, വെളുത്തുള്ളി, അങ്ങനെ പല കോമ്പിനേഷൻസ് ചേർത്താണ് നമ്മൾ തൈലമായിട്ടുണ്ടാക്കുന്നത്, വെട്ടാനായിട്ടുണ്ടാക്കുന്നത്. പക്ഷേ ചാണകം മാത്രം മതി. അതേസമയം നമ്മൾ ആലോചിച്ച് നമ്മളുടെ ഈ ഇപ്പോൾ കിട്ടുന്ന പശുവിൻ്റെ വിദേശ പശുവിൻ്റെ ചാണകം വെച്ചിരുന്ന അവസ്ഥ ആലോചിക്കുന്നുണ്ട്. എന്തായിരിക്കും അവസ്ഥ? സൃഷ്ടിക്കാവുന്നില്ല ഇല്ലേ? ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പല കാര്യങ്ങളും ഈ സ്വയമേ പരീക്ഷിച്ചാണ് ഇതിന്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വശമാണ് അതൊരു 1.5 വർഷമായിരുന്നു. കുളവി അറിയാമല്ലോ, കുളവി വലിയ വിഷമുള്ള സാധനം. ഇതൊരു 4-5 എണ്ണമൊക്കെ കുത്തിയ ആൾ മരിച്ചു. ഞാൻ പശുവിനെ കെട്ടാൻ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ കുളവിക്കൂടുണ്ട്. ഞാനങ്ങോട്ട് കണ്ടു, ഞാൻ അവിടെ കുളവിക്കൂടുള്ളത്. എൻ്റെ അവിടെ പോയല്ലോ. അപ്പം ഞാനിങ്ങനെ മാറി പശുവിനെ ആ പറമ്പത്തിനെ കെട്ടുന്നത് മാറ്റി ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറ്റി അടിച്ചു വിടുന്നപ്പോഴത്തേക്കും എനിക്ക് 5 പശുക്കളുണ്ട്. പശുക്കളെല്ലാം ഇതിലൊക്കെ നടക്കുമല്ലോ. ഓരോന്നിനെ കുറ്റി അടിച്ച് കൊണ്ടുകെട്ടും, അതെല്ലാം കൊണ്ടുകെട്ടും. അതിനെ കൊണ്ടുപോകുമ്പോൾ എല്ലാത്തിനും അവിടെ കൊണ്ടുപോകും. ഒരു പശു എന്ത് ചെയ്തു കഴിഞ്ഞാൽ കോഴിക്കൂടിൻ്റെ
കുളവിന്റെ വാലിട്ട് ഒറ്റ ഈ ഓടി തന്നെ അടിയിട്ടുണ്ട്. ഞാൻ കുറ്റി അടിച്ചോണ്ടിരിക്കുന്ന എൻ്റെ അടിയിട്ടുണ്ട്. ഈ കുളവെല്ലാം ബെനിഫിറ്റ് കിട്ടും. ഞാനവിടുന്ന് ഇറങ്ങി ഓടി അപ്പൊ ഇങ്ങനെ കയ്യാലെയാണ് പല കയ്യാലെ ചാടിച്ചടിച്ചടിച്ചടിച്ച് കുറെ 3-4 കയ്യാലെ എടുത്ത് ചാടി അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി ഞാൻ തുറന്നു നിൽക്കുക. ഞാനിങ്ങനെ സൈഡിലോട്ട് ഓടി എല്ലാം സാധാരണ എൻ്റെ മേത്ത് മുമ്പ് നിൽക്കുക നിത്യ കുളവിൽ. പെട്ടെന്ന് വീട്ടിൽ ചെന്ന് പോയി കുളിച്ചിട്ട് തുളസിയുടെ അർക്ക് വിഷത്തിനുള്ള സാധനമാണല്ലോ, തുളസിയുടെ അർക്കെടുത്ത് ഞാൻ കുളിച്ചു. കുളിച്ചു കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇഷ്ടമാണോ കിടപ്പം ഇരിക്കാൻ തോന്നുന്നു, കിടക്കണം അങ്ങനെ എണീറ്റ് കിടക്കാൻ തോന്നുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പൊ അന്നേരമാണ് ഈ കൊറോണ സമയത്ത് ഞങ്ങൾക്കൊരു മരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് ഇഞ്ചി, മഞ്ഞള്, കുരുമുളക്, തുളസി ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ. ആ മരുന്ന് കഴിച്ചാൽ 3-4 ദിവസം നമുക്ക് കൊറോണ നെഗറ്റീവ് ആക്കാം. ഞാൻ അതെടുത്ത് ഞാൻ അതെടുത്ത് തിരിച്ചു കഴിഞ്ഞ് അന്നേരം തന്നെ എനിക്ക് ഈ അസ്വസ്ഥത പെട്ടെന്ന്. ഇത് കഴിഞ്ഞ് മൂക്കിലൊഴിക്കുന്നൊരു മരുന്നുണ്ട്. അത് എൻ്റെ തലയിട്ട് തന്നെ 10 കുത്തി മൂക്കിലൊഴിക്കുന്ന മരുന്നുണ്ട്. അപ്പോൾ തലവേദനയ്ക്ക് സാധനം നല്ല തലവേദനയ്ക്ക് നമ്മൾ കുടിക്കുന്ന സാധനം ഇതെടുത്ത് മൂക്കിലോട്ട് ഒഴിച്ചു. തലവേദന, തലകറക്കം, ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്ന മരുന്ന്. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും നല്ല സുഖം കിട്ടും. പിന്നെ തലയിങ്ങനെ കുരുത്ത് വരുന്ന ഒരു ഫീലിംഗ് ആണ്. അതങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അസ്വസ്ഥത കിട്ടും. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1/2 മണിക്കൂർ കഴിയും. അപ്പം ഞങ്ങളോട് ഗുരുജി പറഞ്ഞിട്ടുണ്ട് ഈ കൊറോണ വളരെ സിവിയർ ആയിട്ടുള്ളവർക്ക് ഈ മരുന്ന് 1/2 മണിക്കൂർ അടവിട്ട് കൊടുക്കാന്ന് പറയും. കൊറോണ മരുന്ന് ഇല്ലെങ്കിൽ ഡോസ് 3 നേരം സാധാരണ നോർമലി. ഞാൻ വീണ്ടും കേട്ട് കഴിച്ചപ്പോൾ വീണ്ടും അസ്വസ്ഥതയെല്ലാം മാറി. ഇങ്ങനെ ഞാൻ ഈ അസ്വസ്ഥത കൂടുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കും. സമയമൊന്നും നോക്കുന്നില്ല. ഇത് മരുന്ന് മൂക്കിൽ കഴിക്കും. ഇങ്ങനെ ആയി രാവിലെ 10 മണിക്ക് എത്തിയത് 5 മണി സമയമായിരുന്നു, 4 മണിയൊക്കെ സമയമായിരുന്നു. കംപ്ലീറ്റ് അസ്വസ്ഥത. ഇനി ആ കുറ്റിയ വേദനയല്ല. ഞാൻ പറയാം, എൻ്റെ അടുത്തൊരു രോഗി വന്നാൽ എനിക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാൻ പറ്റുമോ? എന്ത് വിശ്വസിച്ചാണ് ചികിത്സിക്കുന്നത്? അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെ ഓരോ മരുന്നും എന്നിൽ തന്നെയാണ് ഞാൻ പരീക്ഷിച്ച് റിസൾട്ട് കണ്ടിട്ട്. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ് ബിജിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ബിജി പറഞ്ഞ വിഷത്തിനൊന്നല്ല. ബിജി ഇങ്ങോട്ട് ചോദിച്ചു, ബിജിക്ക് അറിയത്തില്ല ഈ സാധനം ഇത്രയും വിഷത്തിന് നല്ലതാണോ എന്നുള്ള സാധനം. ബിജി അത് ഉണ്ടാക്കിയത് കൊറോണയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനം. പിന്നെ ഞാനത് റിസൾട്ട് കണ്ടു വിഷത്തിന് വേണ്ടി. അപ്പം ഇങ്ങനെ ഞാൻ തന്നെ സ്വന്തം അനുഭവത്തിൽ റിസൾട്ട് കണ്ട മരുന്നുകളാണ് ഈ പഞ്ചായത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ചികിത്സിക്കുന്നവരിൽ എല്ലാവരും പറയുന്നത് ഭൂമിക്ക് അമിതമായിട്ടുള്ള കോൺഫിഡൻസ് ആണ്. കാരണം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. പലരും മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ അവരിങ്ങനെ ചെറിയ ഡോസ് കൊടുത്ത് ചികിത്സിക്കുമ്പോഴത്തേക്കും ഞാൻ കൊടുക്കുമ്പോൾ തന്നെ ആ മാക്സിമം ഡോസുകൾ എല്ലാവർക്കും. കാരണം എൻ്റെ അനുഭവത്തിൽ ചികിത്സയിൽ ഇതുവരെ ഒരു നല്ല പ്രോബ്ലം. അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി പലർക്കും ഒരു കൂടുതൽ മൂന്ന് കിട്ടാനായിട്ട് കൂടുതൽ മരുന്ന് മാല കിട്ടാനായിട്ടൊക്കെ ആയിട്ട് ഈ സംഗീതം വളർന്നുണ്ട്. കൂടുതൽ മൂന്ന് കിട്ടും. എന്റെ മനസ്സിൽ എല്ലാം ആഘോഷിക്കുന്നു. അതിന്റെ വീഡിയോ പറഞ്ഞു തരാനില്ല.
ചികിത്സയ്ക്ക് ഏറ്റവും നല്ലത് കാസർഗോഡ് കാസർഗോഡ് അതിന് അത്രയും മെഡിസിനുമായി ഒരു വ്യക്തികളില്ല. ഇത് നമുക്ക് ശരിക്കും ജീവിച്ചാൽ ഈ സകലം താറാവുകളൊക്കെ നമുക്ക് വളർത്തിയാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചത്തുപോകാനുള്ള സാധ്യത, ശരിയാകാനുള്ള സാധ്യത തുടങ്ങിയ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കാസർഗോഡ് കാണുന്ന ഒരു പ്രശ്നമില്ല. ഇത് സുന്ദരമായിട്ട് വലിയ അധികം നീക്കുകയാണ്. 10 കിലോ പിള്ളേർക്കുണ്ട്. 10 കിലോ എന്ന് പറഞ്ഞാൽ 30 കിലോ പിള്ളേർക്ക് കൊടുക്കുന്നു. അതിന് കിട്ടുന്ന കാര്യങ്ങളില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. അപ്പൊ ഇന്ന് നമുക്ക് കൃഷിയായിട്ട് സംസാരിക്കുന്നതാണ്. അതിനെ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ആരോഗ്യത്തിലേക്ക് വരുന്നതിന് കൃഷിയിലേക്ക് വന്നത്, കൃഷിയിൽ വന്നിട്ടാണ് ആരോഗ്യത്തിലേക്ക് വന്നത്. അപ്പം ഈ കൃഷിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സസ്യങ്ങൾ എങ്ങനെയാണ് വളരുന്നത്. കഴിയാണോ ഉണ്ടോ? സസ്യങ്ങൾ വളരുന്നത് എങ്ങനെയാണെന്ന് മാറ്റി പറയുന്നതല്ലേ ഉള്ളൂ, ഇല്ലേ? എന്ന് പറയുന്ന പോലെ ആ ഒരു ആ മുളയ്ക്കകത്തോട് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു മൂലകളെല്ലാം ചേർന്ന് അപ്പം ഈ മൂലകൾ ആവശ്യത്തിനുള്ള അനുവാദത്തിൽ ആ സസ്യങ്ങളിലേക്ക് നമ്മുടെ സാഹചര്യം ഒരിക്കൽ മാത്രം സസ്യങ്ങൾ തരാറുള്ളത്. ഇത് നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പം ഇത് സസ്യങ്ങൾ ആദ്യം എന്താ പറയാ, പ്രപഞ്ചത്തിലെ 2 തരം വിത്തുകളാണ്. ഒന്ന് എട്ടപരിപ്പുറവും മൂന്നപ്പരിപ്പുറവും, മോണോക്കോട്ടും ഡൈക്കോട്ടും. അങ്ങനെയാണ് അത് മാറ്റിയില്ല. എന്തുകൊണ്ട് വേണം? നമുക്ക് പ്രപഞ്ചത്തില് 2 തരം വിത്തുകളാണുള്ളത്. ഒന്ന് ഒറ്റപ്പരിപ്പുള്ളതും ഒന്ന് ഇരട്ടപ്പരിപ്പുള്ളതും. 2 തരം വിത്തുകളാണുള്ളത്. ഈ പരിപ്പിന്റെ അകത്ത് എന്താ ഉള്ളത്? സസ്യങ്ങൾക്ക് വളരാൻ വേണ്ട ആദ്യം വളരാൻ വേണ്ടിയിട്ടുള്ള പോഷകങ്ങളാണ് ഈ പരിപ്പിന്റെ അകത്തുള്ളത്. അപ്പം അത് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ട അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇത് വളരുകയല്ല. അനുകൂല സാഹചര്യം വരുമ്പോഴത്തേക്കും ഈ എംബ്രയോ മുള അത് വളരാൻ തുടങ്ങുമ്പോഴത്തേക്കും ക്യാമറ കിട്ടുന്നില്ലല്ലേ? ഇത് വളരാൻ തുടങ്ങുമ്പോഴത്തേക്കും ക്യാമറ സെറ്റ് അപ്പോൾ സെറ്റ് ചെയ്തു. മൈക്ക് വെച്ചിട്ട് എക്കോ വരുന്നു. ഇത് വളരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ആദ്യം ഇതിന്റെ പരിപ്പിന്റെ അകത്ത് നമ്മൾ പോഷകങ്ങളെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ആദ്യം വേര് താഴ്ത്തി വന്ന് മണ്ണിൽ വന്നിട്ട് വേരാണ് വേണ്ട മൂലകങ്ങളൊക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പം ഈ വേരിന് ഈ മൂലകങ്ങൾ വലിച്ചെടുക്കണമെങ്കിൽ സസ്യങ്ങൾ വരണമെങ്കിൽ എത്ര മൂലകങ്ങൾ ഈ ലോകത്തിലുണ്ടോ അത്രയും മൂലകങ്ങളുണ്ട്. ഒരു മൂലകവും കുറവ് വരുന്നാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ആ സസ്യത്തിനുണ്ടായിരുന്നു. അവിടെയാണ് സൂക്ഷ്മജീവികൾ ഇതിൽ വലിയ കാര്യം. നമ്മളിപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു മൂലകം ഒട്ടുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മറ്റു മൂലകങ്ങളിൽ നിന്ന് ആ ഇല്ലാത്ത മൂലകം സസ്യങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിവുള്ള സൂക്ഷ്മജീവികളുണ്ട്. നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഇരുമ്പ് എന്ന് പറയുന്ന സാധനം സ്വർണ്ണമാക്കാനോ അല്ലെങ്കിൽ അത് വെള്ളിയാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഹൈഡ്രജൻ ആക്കാൻ എന്തെങ്കിലും വേറെ മൂലമാക്കണമെങ്കിൽ ഇതുമാത്രം നമ്മളെ കൊണ്ട് സാധിക്കുമോ?
നമുക്ക് ഇത് ന്യൂക്ലിയർ റിയാക്ടറൊക്കെ വേണം ഈ സാധനമൊക്കെ ഒന്ന് ഒരു വേറെ എന്താ അതിന്റെ ആറ്റമിക് സ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ അത്രയും വലിയ പാടുകളുണ്ടാകും. ഇത് വളരെ നിസ്സാരമായിട്ട് സൂക്ഷ്മജീവികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം സൂക്ഷ്മജീവികൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂലകങ്ങളെല്ലാവരും ഓരോ മൂലകങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്കായാൽ മാത്രമേ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അയണൈസ് ചെയ്യാന്ന് പറയും. ഹൈഡ്രജനായിട്ട് അതിൽ കാർബണും ഓക്സിജനും കാർബൺ ഡയോക്സൈഡായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. ബാക്കിയെല്ലാമാണ് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? നമ്മുടെ വിദ്യുജാലങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നത് എന്നതാണ് കാർബൺ ഡയോക്സൈഡാണ്. അപ്പം അവിടുന്ന് കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടിക്കോളും. ജീവജാലങ്ങളിൽ നിന്ന് കിട്ടിക്കോളും. ജീവജാലങ്ങളിൽ ജന്തുജാലങ്ങളിൽ നിന്ന് സസ്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഓക്സിജൻ തിരിച്ചു തരും. അപ്പം അങ്ങനെ അത് പരസ്പര സഹവർത്തിത്വം നടക്കുന്ന അങ്ങോട്ട് വരും. ഒരു എക്കോസിസ്റ്റത്തിൽ അങ്ങനെ വളർന്നോളും. അപ്പം ഈ ബാക്കി മൂലകങ്ങളെല്ലാം അയണൈസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യും? ഇത് വളരുമ്പോഴത്തേക്കും സസ്യങ്ങളുടെ ഇലയിൽ ഒരു വലിയ രാസപ്രവർത്തനം നടക്കുന്നു. അത് മണ്ണിൽ നിന്ന് ജലവും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും എടുത്തിട്ട് ഇലയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഷുഗർ. ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നത് ഇതാണ് സസ്യങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ജോലി. ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഹരിതകം ഇലയിലുള്ള പച്ച നിറം ഹരിതകം അത്യാവശ്യം. ഹരിതകം ഈ രാസപ്രവർത്തനത്തിൽ ഇല്ല. ഹരിതകം ഉണ്ടെങ്കിലേ ഈ രാസപ്രവർത്തനം നടക്കും. ഹരിതകത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് അന്തരീക്ഷത്തിൽ മണ്ണിൽ നിന്ന് ജലവും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ജലയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതിന്റെ അളവ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റ് ഇല നിവർത്തി വെച്ച് ഒരു സ്ക്വയർ ഫീറ്റ് ഇല ഒരു ദിവസം മുഴുവനും ഏതിലയാണേലും സൂര്യപ്രകാശം കൂടുതൽ വേണ്ട സസ്യമാണേലും കുറവ് വേണ്ട സസ്യമാണേലും എല്ലാ ഇലയും ഒരു ദിവസം 4.5 മില്ലിഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. 4.5 മില്ലിഗ്രാം. ഈ 4.5 മില്ലിഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയാൽ ഇത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1.5 മില്ലിഗ്രാം വെച്ച് അത് ആദ്യത്തെ 1.5 മില്ലിഗ്രാം സസ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആ 1.5 മില്ലിഗ്രാമിൽ സസ്യങ്ങൾക്ക് വേണ്ട മറ്റു മൂലകങ്ങളും കൂടെ കൂടി ഈ ജലം വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ സസ്യങ്ങൾക്ക് വേണ്ട മൂലകങ്ങളും കൂടെ കൂടി മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. ഇതും കൂടെ കൂട്ടിയാണ് കൊണ്ട് കായായിട്ടും പൂവായിട്ടും തൊലിയായിട്ടും ഒക്കെ സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്നത്. അത് ഒരു കാര്യം. ഈ ഞാൻ പറഞ്ഞ ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ കാർബോഹൈഡ്രേറ്റിന്റെ അകത്ത് സൂര്യനിൽ നിന്നുള്ള ഊർജം കൂടെ ഉൾക്കൊള്ളിക്കും കാർബോഹൈഡ്രേറ്റിന്റെ അകത്ത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ അകത്ത് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഹൈഡ്രജനും മാത്രമല്ല ഉള്ളത്, ഊർജം കൂടിയുണ്ട്. സൂര്യനിൽ നിന്നുള്ള ഊർജം ഇതും കൂടെ കൂടിയിരിക്കാവുന്നത്. അപ്പം അങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നത്. ഈ ഒരു 1.5 മില്ലിഗ്രാം, ഒന്നാമത്തെ 1.5 മില്ലിഗ്രാം സസ്യങ്ങളുടെ ഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കും. രണ്ടാമത്തെ 1.5 മില്ലിഗ്രാം ഇത് എന്ത് ചെയ്യും? സസ്യങ്ങളുടെ അടുത്ത ദിവസത്തേക്കുള്ള ആക്ടിവിറ്റീസ്, ഇല വളരാനും പൂ ഉണ്ടാകാനും പൂവൊക്കെ വിരിയാനൊക്കെ ഊർജം വേണ്ട. വിരിമായി ഇരുന്നാൽ പോരാ, മതിയല്ലോ. ഇല സൂര്യപ്രകാശത്തിന് നേരെ ഇല തിരിയണം. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കണം. പിന്നെ വേറൊരു കാര്യം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നത് വേരിൽ കൂടെ മണ്ണിലേക്ക് റിലീസ് ചെയ്യും ഷുഗർ. എന്തിനാന്ന് വെച്ചാൽ ഈ സൂക്ഷ്മജീവികൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മധുരം കിട്ടിയാൽ ഇത് പെരുകാൻ തുടങ്ങും. അപ്പം ഈ സൂക്ഷ്മജീവികൾ മണ്ണിൽ പെരുകണം. പെരുകിയാൽ മാത്രമേ ഈ മണ്ണിലുള്ള മൂലകങ്ങളെ അയണൈസ് ചെയ്ത് സൂക്ഷ്മജീവികൾ സസ്യങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഈ വേരിലൂടെ റൂട്ട് റെഡ്യൂഷൻ എന്നാണ് പറയുന്നത് മണ്ണിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചാണകത്തിൽ സൂക്ഷ്മജീവിയുണ്ട്. ഈ ചാണകം കൊണ്ട് വീട്ടിലേക്ക് അതിന് വെള്ളം കലക്കി അതിനകത്ത് കുറേ ശർക്കര കൂടെ ഇട്ട് കൊടുത്താൽ സൂക്ഷ്മികളെല്ലാം പെരുകാൻ തുടങ്ങും. ആ ചാണകത്തിലുള്ള എല്ലാ സൂക്ഷ്മികളും കൂടെ പെരുകാൻ തുടങ്ങും.
പക്ഷേ ഈ സസ്യങ്ങൾ കൊടുക്കുന്ന ഈ ഷുഗർ എങ്ങനെയാന്ന് വെച്ചാൽ സസ്യങ്ങൾക്ക് ഏത് മൂലകമാണോ വേണ്ടത് ആ മൂലകങ്ങളെ മാത്രം അയണൈസ് ചെയ്യുന്ന സൂക്ഷ്മജീവികളെ വരുന്നത്, വേറെ വരികയല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം മനസ്സിലായല്ലോ, ഓരോ സസ്യവും ഒരു സസ്യം തന്നെ പലതരം ഷുഗർ റിലീസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. നമ്മളെ സംബന്ധിച്ച് കാർബോഹൈഡ്രേറ്റ് ഒറ്റ ഷുഗർ അല്ലേ, പക്ഷെ ഇതെങ്ങനെയാ ഇങ്ങനെ ഓരോ തരം സൂക്ഷ്മജീവികളെ സെലക്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്? അപ്പൊ സസ്യങ്ങൾക്ക് ഏത് മൂലകമാണ് വേണ്ടത് ആ മൂലകത്തിനെ മാത്രം അയണൈസ് ചെയ്യുന്ന സൂക്ഷ്മജീവികൾ മാത്രം അവിടെ വരും. പെരുകി കഴിഞ്ഞിട്ട് അവിടെയുള്ള ഈ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജലത്തിൽ ലയിക്കും ഈ മൂലകങ്ങൾ. അപ്പം ജലവും ഈ മൂലകവും വലിച്ചെടുത്ത് നേരെ അവിടെ ചെല്ലും, ഇലയിൽ ചെല്ലും. ഇലയിലുണ്ടാക്കി കാർബോഹൈഡ്രേറ്റുമായിട്ട് സംയോജിച്ചാണ് സസ്യങ്ങളുടെ ഭാഗമായിട്ട് സസ്യത്തിന്റെ സസ്യഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സസ്യം വളരുന്നത്. പിന്നെയുള്ള ഒരു 1.5 മില്ലിഗ്രാം ഉണ്ട്. ആ 1.5 മില്ലിഗ്രാമാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നിറം, മണം, രുചി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത 1.5 മില്ലിഗ്രാം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹൈബ്രിഡ് വിത്തുകളിലൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 1.5 മില്ലിഗ്രാം കൂടെ കൂടിയെടുത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം കുറച്ചിട്ട് അതും കൂടെ സസ്യങ്ങളുടെ പാത്രമാണ്. അപ്പം ഇത് ക്വാണ്ടിറ്റി കൂടും, പക്ഷെ അതിനൊന്നും ഗുണങ്ങളുണ്ടാകില്ല. ഈ ഗുണങ്ങളെന്ന് പറയുന്നതാണ് ശരിക്കും ഇതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള വിത്തുകൾ, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണെങ്കിൽ മാത്രമേ ആ ആഹാര സാധനത്തിന് നമുക്ക് ഗുണങ്ങൾ നല്ലപോലെ ഉണ്ടാവുള്ളൂ. ഈ മെഡിസിൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അത് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഈ രീതിയിലാണ് സസ്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മള് നാടൻ പശുവിന്റെ ചാണകത്തിൽ എന്താ ഉള്ളത്? സൂക്ഷ്മജീവികളുണ്ട്, വൈറസുണ്ട്, ബാക്ടീരിയ, ഫംഗസ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പലേക്കർ പറയുന്ന കൃഷി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സൂക്ഷ്മജീവികളെ നമ്മൾ പെരുപ്പിച്ചിട്ട് നമ്മളിത് മണ്ണിൽ കൊടുക്കും. മണ്ണിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ സൂക്ഷ്മജീവികൾ സസ്യങ്ങൾക്ക് വേണ്ട മൂലകങ്ങളെ അയണൈസ് ചെയ്ത് കൊടുക്കും. ഇത് എന്തുമാത്രമാണ് പെരുപ്പിക്കുന്നത്? നമ്മൾ ഒരു കണക്ക് വെച്ചിട്ട് 1 ഗ്രാം ചാണകത്തിന് നമ്മുടെ സഹിവാള്, താർപ്പാർക്കർ അങ്ങനെയുള്ള കാൻഗ്രേജ് പോലത്തെ വലിയ പാൽ കൂടുതൽ കിട്ടുന്ന ഇന്ത്യൻ ബ്രീഡ് പശുക്കളുടെ, നാടൻ പശുക്കളുടെ ചാണകത്തിൽ ഉള്ളത് 300 കോടി സൂക്ഷ്മജീവികൾ നോക്കാം. 300 കോടി 1 ഗ്രാം ചാണകത്തിലാണ്. 1 ഗ്രാം ചാണകത്തിൽ 300 കോടി. അത് പശു ചെറുതാകും തോറും, പാലിന്റെ അളവ് കുറയും തോറും ഇതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ചാണകത്തിൽ. അങ്ങനെ നമ്മൾ ഈ വെച്ചൂര്, കാസർഗോഡ് അല്ലെങ്കിൽ നമ്മുടെ മലനാട് കിഡയൊക്കെ വരുമ്പോഴത്തേക്കും അത് 500 കോടി വരും. ഏകദേശം മറ്റിന്റെ ഇരട്ടിയോടെ എടുത്തു വരും. അപ്പൊ നമുക്ക് കൃഷിക്ക് ഏത് പശുവിന്റെ ചാണകമായിട്ടും നല്ലത്? ചെറിയ പശുക്കളുടെ ചാണകമായിട്ടും നല്ലത്. ഇത് നമുക്കുള്ളൊരു വലിയ ഗിഫ്റ്റാണ് കേരളത്തിൽ. കാരണം നമ്മൾ പുറത്തോട്ട് പോകുന്നത് പശുക്കളുടെ വലിപ്പം കൂടി. അപ്പൊ അന്നേരം ചേട്ടൻ കുറഞ്ഞു വരും, പാല് കൂടുതൽ കിട്ടും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പശുക്കൾ, ഈ കാസർഗോഡ് പശുക്കൾ ഒക്കെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പാലിനും ഗുണം കൂടുതൽ, മെഡിസിന് അതിന്റെ ദ്രവ്യങ്ങൾക്ക് ഗുണം കൂടുതൽ, ചാണകത്തിന് സൂക്ഷ്മജീവികളുടെ അളവ് കൂടുതലാണ്. 500 കോടി വരെ. ഈ 500 കോടി നമ്മളൊരു 1 ഏക്കർ സ്ഥലത്തേക്ക് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10 കിലോ ചാണകം. അപ്പൊ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയേ, 10 കിലോ ചാണകത്തിന് എത്ര ഗ്രാം ചാണകമുണ്ട്? 1 കിലോയിൽ 1000 ഗ്രാം അല്ലേ? 1000 ഗ്രാം. അപ്പൊ 10 കിലോയിൽ 10,000 ഗ്രാം ചാണകമുണ്ട്. 10,000 ഗ്രാം ചാണകത്തിന്റെ കാസർഗോഡ് പശുവിന്റെ ചാണകം ഇട്ടാണ് നമ്മൾ കൃഷി ജീവാമൃതം ഉണ്ടാക്കുന്നതെങ്കിൽ 10 കിലോ ചാണകത്തിൽ എത്ര സൂക്ഷ്മജീവികളുണ്ട്? 10,000 ഇൻറ്റു 500 കോടി. 500 അല്ല, 500 കോടി. 10,000 ഇൻറ്റു 500 കോടി ഇല്ലേ? ഇത് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബാരലിന്റെ അകത്ത് 200 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 10 കിലോ ചാണകം ഇടും, 10 ലിറ്റർ ഗോമൂത്രം ഒഴിക്കും, എന്തെങ്കിലും ശർക്കര പൊടിച്ചിടും, അല്ലെങ്കിൽ എന്തെങ്കിലും പഴത്തിന്റെ പഴുപ്പ് അതിനെ കിട്ടാനായിട്ട് അത് ഇട്ടിട്ട് പ്രോട്ടീൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ എന്തിനു വേണ്ടിയിട്ടാണ്? സസ്യങ്ങൾ ഈ ശില്പികൾക്കുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ ഏറ്റവും നല്ല പ്രോട്ടീൻ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ലെഗ്യുമിനസ് ഫാമിലിയിൽപ്പെട്ട സസ്യങ്ങളുടെ പരിപ്പിന്റെ ആണ്. ഇരട്ടപ്പരിപ്പുള്ള സസ്യങ്ങൾ, ഇരട്ടപ്പരിപ്പുള്ള ലെഗ്യുമിനസ് ഫാമിലിയിൽപ്പെട്ട
പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ പരിപ്പിക്കാത്ത ഏതെങ്കിലും വരും. അപ്പം നമുക്ക് ഏതാണ് ഏറ്റവും മാർക്കറ്റ് വില കുറഞ്ഞ് കിട്ടുന്നത് ആ സാധനം വരും. മുതിരയോ അല്ലെങ്കിൽ പയറോ ബീൻസോ ഏതെങ്കിലും. ബീൻസിക്കൊന്നും നമുക്ക് പയർ കിട്ടാറില്ല. കിട്ടുന്നിടത്താണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അപ്പം നമ്മൾ ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം കടലുണ്ട്. കടല ഒറ്റപ്പരിപ്പാണ്. ഇരട്ടപ്പരിപ്പാണ്. ലെഗ്യുമിനസ് ഫാമിലിയിൽപ്പെട്ട സസ്യങ്ങൾ. ഈ നിലക്കടലയ്ക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഓയിൽ കണ്ടന്റ്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ ഒരു ഓയിൽ കണ്ടന്റ് വന്നിട്ട് മൂടി കഴിഞ്ഞാൽ എനിക്ക് അത് വായുസഞ്ചാരം കിട്ടും. എണ്ണയുള്ള ഒരു കൂടുതൽ എടുക്കുന്നത്. എണ്ണ ഇല്ലാത്തതുകൊണ്ട് പയറൊന്നും കുഴപ്പമില്ല. പയർ മുന്നിലൊന്നും കുഴപ്പമില്ല. ഇതും കൂടെ 2 കിലോ പൊടിച്ചെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇത് വളരാൻ തുടങ്ങും. അതിനെ കിട്ടുമ്പോഴേ സൂക്ഷ്മികൾ പെരുകാൻ തുടങ്ങും. പെരുകുന്നത് എന്താണെന്നറിയാമോ? ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് അത്രയും എത്ര കോടി ഇട്ടത്? എത്ര കോടി ഇട്ടത്? ആ അപ്പൊ എത്രയായി? ഏ 10,000 ഇൻറ്റു 500. ആ അത്രയും കോടി. ആ 9,000. അത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നേരെ ഇരട്ടിയാവും. അപ്പം എത്രയായി? 20 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണ എത്രയായി? ഇൻറ്റു 2. അടുത്ത 20 മിനിറ്റ് ആവുമ്പോൾ അതിന്റെ ഇരട്ടിയാവും. അപ്പൊ ഇൻറ്റു 2 ഇരട്ടിയില്ലേ ആവുന്നത്? ആ ഇൻറ്റു 2. അടുത്ത 20 മിനിറ്റ് ആവുമ്പോൾ വീണ്ടും ഇൻറ്റു 2. ആ അങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പോ 1 മണിക്കൂറിൽ എത്ര 20 മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റിന് 3. 24 മണിക്കൂറില്ലോ. 24 ഇൻറ്റു 3 അത്ര 20. അതിന് 2 ദിവസം കഴിയുമ്പോഴാണെങ്കിലോ പേരാണ് കുട്ടി നോക്കിയാൽ മതി എത്ര സൂക്ഷ്മജീവികൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാണകം ഇടുന്നതും ജീവാമൃതം കൾച്ചർ ചെയ്ത് ഉണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. സൂക്ഷ്മജീവികളുടെ ഭയങ്കര വ്യത്യാസം. മണ്ണ് വേണം, ഒരു പിടി വേണം. സൂക്ഷ്മജീവികൾ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾക്ക് വേണ്ടിയാണ് മണ്ണെടുക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ കൃഷി ചെയ്ത സ്ഥലത്തെ ഏറ്റവും കട്ടിയായിട്ടുള്ള സ്ഥലത്ത് ഒരു പിടി മണ്ണ് കൂടെ ഇതിന്റെ ചാണകത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ്. തന്നെയല്ല ആ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ അവിടെ വേണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഒരു പിടി മണ്ണും കൂടെ ഇട്ടിട്ടാണ് കൾച്ചർ ചെയ്യുന്നത്. ഞാൻ ഈ മണ്ണിലുള്ളതൊന്നും കൂട്ടിയിട്ടില്ല. ചാണകത്തിലുള്ള മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഇതിൽ കൂടെ തന്നെ ഫംഗസുകൾ വളരും, ആൽഗകളൊക്കെ ഇതിലുള്ള എല്ലാം പെരുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ കൾച്ചറാണ് നമ്മൾ ഒരേക്കർ സ്ഥലത്ത് ഈ കോപ്പിയിലെല്ലാം കൾച്ചറാണ് നമ്മൾ ഒരേക്കർ സ്ഥലത്ത് കൊടുക്കുന്നത്. അപ്പം ഒരു പറഞ്ഞ അത്രയും കൂടുതൽ 1-2 പാളയക്കടം ഭിത്തിയിലടിച്ച് കൊണ്ടണമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ല, അത് ശർക്കരയ്ക്ക് പകരം അതിപ്പോഴത്തെ ഏതായാലും മതി. അപ്പൊ ശർക്കര ചേർക്കണമെങ്കിൽ പഴം ചേർക്കണ്ട. ശർക്കര ചേർക്കണമെങ്കിൽ പഴം വേണ്ട. കരിമ്പുനീര് മതി. കരിമ്പുനീര് 2 ലിറ്റർ. ഇപ്പോഴത്തെ ശർക്കരക്കാലും പഴമാണ് നല്ലത്. ഇപ്പോഴത്തെ ശർക്കരക്കാലും പഴമാണ് നല്ലത്. ആ നല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മധുരം കൊടുത്താൽ മതി. ശർക്കര ചേർക്കണമെങ്കിൽ പഴം വേണ്ട. പപ്പടങ്ങ മതി. കടലമാവും ഉഴുന്ന് ഇതിൽ ഏറ്റവും നന്നായിട്ട് കാണുന്നത് നമ്മുടെ കടലമാവില്ലേ, ചുണ്ടക്കടലയാണ്. മാവാണ് ഏറ്റവും കൂടുതൽ കുളിച്ച് പൊന്തെന്ന് പറയുന്നത് നല്ലതായിട്ട് കാണുന്നത്. ശരിക്കും നമ്മള് കടലമാവിന്റെ എണ്ണയില്ലേ, മറ്റേ കടല, അത് എണ്ണപ്പരിപ്പല്ലല്ലോ, ഒറ്റപ്പരിപ്പ്. മനസ്സിലായില്ല, എണ്ണപ്പരിപ്പ്. ആ നമുക്ക് എന്തേലും 2 കിലോ മതി. ശർക്കരയും പഴവും 2 കിലോ മതി. ചക്കപ്പഴം വിടുവാണെങ്കിലുണ്ടല്ലോ ഏറ്റവും നല്ല ചക്കപ്പഴം. കോഴിച്ചക്കയാണെങ്കിൽ നമുക്ക് ഈസിയായി കഴിച്ചാൽ മതി. മധുരം കിട്ടിയാൽ മതി. എന്തെങ്കിലും ഞാൻ പറഞ്ഞ അതിന്റെ അടിസ്ഥാന കാര്യം ഞാൻ പറഞ്ഞത്. ഇത് പെരുകുന്ന മധുരം ചെല്ലുമ്പോഴാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പം ഇത് നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ മണ്ണിൽ സൂക്ഷ്മജീവികൾ നിലനിൽക്കണമെങ്കിൽ കുറെ
അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മണ്ണിൽ ചെയ്യേണ്ടതാണ്. അതിലൊന്ന് സൂക്ഷ്മജീവികൾക്ക്, കാരണം മണ്ണിൽ പിന്നെ ഇത് വളരുക, മണ്ണിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ സസ്യങ്ങൾ വേരിൽ കൂടെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ വളരുക ചെയ്യുന്നത്. അപ്പം മണ്ണില് ഒന്നാമത്തെ കാര്യം ഇരുട്ടുണ്ടാകുക. അപ്പം നമ്മളിത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും വേണ്ട കാര്യം വെച്ചാൽ ചൂടുള്ളടുത്ത് വെച്ച് ഉണ്ടാക്കരുത്, വെക്കുന്ന എവിടെ തണലുള്ളടുത്ത് വെച്ച് ഉണ്ടാക്കണം. ഇരുട്ട് വേണം. അപ്പം ഇരുട്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ സൂക്ഷ്മജീവികൾ ഇരുട്ടത്ത് വളരുന്ന സൂക്ഷ്മജീവികളാണ് നമുക്ക് വേണ്ടിയത്, കൃഷിക്ക് വേണ്ടിയത്. നമ്മളിത് എല്ലാ ദിവസവും മരുന്നോട് ഇളക്കണം. ഇളക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ മീഥേൻ ഗ്യാസ് ഉണ്ടാകും നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ സൂക്ഷ്മജീവികളിൽ 2 തരം സൂക്ഷ്മജീവികളുണ്ട്. എയറോബിക് സൂക്ഷ്മജീവികൾ, അൺഎയറോബിക് ബാക്ടീരിയാസ്. ബാക്ടീരിയ 2 തരത്തിലുണ്ട്. അതിൽ എയറോബിക് ബാക്ടീരിയ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. അണയറോബിക് ബാക്ടീരിയ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ സ്വീകരിച്ചിട്ട് മീഥേൻ ഗ്യാസ് റിലീസ് ചെയ്യും. മനസ്സിലായോ? അപ്പം നമുക്ക് വേണ്ടിയത് എയറോബിക് ബാക്ടീരിയ. എയറോബിക് ബാക്ടീരിയ നമുക്ക് ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ബയോഗ്യാസിന്റെ സ്ലറി ഇല്ല, സ്ലറി ബയോഗ്യാസ് ഏത് ഗ്യാസാണ്? ഇവിടെ ചാണകം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് മീഥേൻ ഗ്യാസാണ്. അവിടെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ഈ അണയറോബിക് ബാക്ടീരിയയാണ്. അതിന് വായു വേണ്ട. നമ്മൾ ആ ചാണകത്തിലുള്ള നൈട്രജൻ തന്നെ വലിച്ചെടുത്തിട്ട് മീഥേൻ ഗ്യാസ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചേമ്പറിൻ്റെ അത് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കാര്യം പറയാം. അപ്പം നമുക്ക് കൃഷിക്ക് വേണ്ടിയത് എയറോബിക് ബാക്ടീരിയ. എയറോബിക് ബാക്ടീരിയയ്ക്ക് എയർ കിട്ടണമെങ്കിൽ ഇത് വളരുമ്പോൾ 2 കൂടിയാണ് വളരുന്നത്. എയറോബിക്കും അണറോബിക്കും കൂടിയാണ് വളരുന്നത്. ഇതിൽ വളരുമ്പോൾ നമ്മളിത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഈ മീഥേൻ ഗ്യാസും കാർബൺ ഡയോക്സൈഡും ഒക്കെ ഇതിന് പോയിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വെള്ളത്തിലോട്ട് ഫീൽഡ് ചെയ്യും. നമ്മളിങ്ങനെ വട്ടത്തിൽ കറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മറിഞ്ഞ് വളരണം. ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ നമ്മൾ ഒരു ദിവസം 2-3 പ്രാവശ്യം 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ആ ഇളക്കാനായിട്ട് നമ്മൾ തുറക്കുമല്ലോ. ആ തുറക്കുമ്പോൾ കുറച്ച് വെളിച്ചം കഴിക്കും. അത്രയും വെളിച്ചം മതി. വെളിച്ചത്തിൽ വളരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ചാണ്. അപ്പോൾ അതങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ വളർന്നു കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിത് പറമ്പിൽ ഉപയോഗിക്കുന്നത്. ഈ 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പുതിയതായിട്ട് ഉണ്ടാകുന്നതിൻ്റെ നശിച്ചു പോകുന്നതിൻ്റെ അളവ് കൂടിയത്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ കൂടുതൽ ദിവസം വെച്ചിട്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടത്തില്ല. ഈ 48 ദിവസം ആകുമ്പോഴത്തേക്ക് എൻ്റെ മാക്സിമം എണ്ണായി 48 മണിക്കൂർ കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ഇത് ചാകാൻ തുടങ്ങും. ഒരാഴ്ച വയ്ക്കണ്ട, 2 ദിവസം മതി. അത് മാക്സിമം ആകും. പിന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുവാണെങ്കിൽ ഉണ്ടാകും, നശിച്ചും പോകും. പ്രത്യേകിച്ച് നമുക്ക് ഗുണമില്ല. വെക്കാം, ഒരു 5 ദിവസം കൂടെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. 5 ദിവസം കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നശിച്ചു പോകുന്നതിൻ്റെ അളവ് കൂടും, ഉണ്ടാകുന്നതിൻ്റെ അളവ് കൂടും. പിന്നെ നമുക്ക് നഷ്ടം വരും. 5 ദിവസം വരെ നമുക്ക് കുറച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ദിവസം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ അത് തന്നെ ബാക്കിയുള്ളത് പിന്നെ അങ്ങനെ ഉപയോഗിക്കാം. ഓരോ 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ പുതിയ ഇത് അങ്ങനെ വേണ്ട, എനിക്ക് ആവശ്യമില്ല. ഞാൻ പറയാം, അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇപ്പം ഇതാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പം എയറോബിക് ബാക്ടീരിയ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് എടുത്ത് ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ റിലീസ് ചെയ്ത ജീവികളാണ്. അപ്പോൾ ഇതിന് ജീവിക്കാൻ വേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇരുട്ട് വേണം. രണ്ടാമത്തത് ഈ ഒരുപാട് ശബ്ദമൊന്നും എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്നത് ഒതുക്കുന്നത് അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും സൂക്ഷ്മജീവികൾക്ക് ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ തുമ്പാവോട്ട് പണി കിട്ടുമ്പോഴൊക്കെ ശബ്ദം ഉണ്ടാകില്ല. ഇത് ഉണ്ടെങ്കിൽ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അതൊന്നും ഉണ്ടാകില്ല. ഇരുട്ട് വേണം. പിന്നെ ഒരു മണ്ണിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. മണ്ണിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പുറയിട്ട് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചാണാനീരിൻ്റെ മണം അടിച്ചു കഴിയുമ്പോഴത്തേക്കും മണ്ണിരി അയക്കുക. മണ്ണിരിയുടെ പണി എന്നതാണ് ഇത് മുഴുവൻ കൂടെ മണ്ണ് തുളച്ച് താഴോട്ട് ചെല്ലും. താഴോട്ട് ചെന്നിട്ട് വേറെ വഴിക്കൂടെ മുകളിൽ മോളിക്കൂടെ ചെയ്യും. അപ്പം ഈ പോയ വഴി അത്രയും സാമ്പിൾ മണ്ണാണ് ഇതുകൂടി മുകളിൽ ഇല്ലേ? അപ്പോൾ ഒരു എയർ പാസ് ചെയ്യാനുള്ള ഒരു ഹോൾ അവിടെ ഉണ്ടായി. അപ്പം അങ്ങനെ മണ്ണിലോട്ട് വായു സഞ്ചാരം ഉണ്ടാകും.
മണ്ണ് സോഫ്റ്റ് ആയിരിക്കണം. അത് നോർമലി ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മണ്ണ് സോഫ്റ്റ് ആയിരിക്കും. അപ്പം സൂക്ഷ്മജീവികൾ നല്ലപോലെ പ്രവർത്തിച്ചോളും. സസ്യങ്ങൾക്ക് ആവശ്യമുള്ള മൂലങ്ങളെല്ലാം അതിന് കൊടുത്തോളും. അപ്പം ഈ സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ പറയാം അവസാനം പറയാം. സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ മണ്ണിൽ ഹ്യൂമസ് വേണം. ഹ്യൂമസ് എന്ന് പറയുന്നത് ഒരു നൈട്രജനും 10 കാർബണും കൂടെ ചേരുന്നതാണ് ഹ്യൂമസ്. അപ്പം ഹ്യൂമസിൽ 1 കിലോ ഹ്യൂമസ് ഉണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി വെള്ളം പിടിച്ചത്. അപ്പം സൂക്ഷ്മജീവികൾ മണ്ണിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഒരു ഒരു ഏറ്റവും ചെറിയൊരു തൈ മണ്ണ് മനസ്സിൽ ആലോചിച്ച് നോക്കും. ആ മണ്ണിന്റെ ഷേപ്പ് എന്നായിരിക്കും? ബോൾ പോലെ ഇരിക്കും അല്ലേ? ഇല്ലേ? ഏറ്റവും ചെറിയൊരു തൈ മണ്ണ്. ഈ മണ്ണയിൽ അതിന്റെ പുറമേ ഒരു വെള്ളത്തിന്റെ ഒരു ലെയർ, അതിന് പുറമെ ഒരു വായുവിന്റെ ലെയർ, അതിന് പുറമെ ഒരു വെള്ളത്തിന്റെ കൂടെ ലെയർ. അങ്ങനെ 2 വെള്ളത്തിന്റെ ലെയറും 1 വായുവിന്റെ ലെയറും ഈ മൺതരിയുടെ പുറമെയാണ്. അതാണ് മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ മൺതരിയിൽ ഈ 2ാമത്തെ ലെയർ വെള്ളത്തിന്റെ മുകളിലാണ് ഈ മണ്ണിൽ സൂക്ഷ്മജീവികൾ ജീവിക്കുന്നത്. എന്നിട്ട് അതിന്റെ അകത്തുനിന്നുള്ള ആ എയറിൽ നിന്നാണ് ഇത് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്. മണ്ണിന്റെ അകത്തുനിന്ന് തന്നെയുള്ള ഓക്സിജൻ വലിച്ചെടുക്കുന്നത്, അത് അന്തരീക്ഷത്തിൽ നിന്നല്ല. അപ്പൊ മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ മനസ്സിലായല്ലോ. ഒരു മൺതരി, അതിന്റെ പുറമെ ഒരു ലെയർ വെള്ളം, അതിന് പുറമെ ഒരു ലെയർ വായു, അതിന് പുറമെ ഒരു ലെയർ കൂടെ വെള്ളം. 2 ലെയർ വെള്ളവും ഒരു ഇതുണ്ട്. ഇത് 2 മൺതരികൾ അപ്പൊ അടുത്തിരുന്നാൽ ഇത് തമ്മിൽ കൂട്ടിമുട്ടുമോ? മണ്ണിൽ 2 മൺതരികൾ ഇരുന്നാൽ കൂട്ടിമുട്ടുമോ? അതിന്റെ ഇടയ്ക്ക് എയർ ഗ്യാപ്പുണ്ട്, വെള്ളമുണ്ട്. ഇതാണ് മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ. അവിടെ നമ്മളുകൊണ്ട് രാസവളം ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയെന്ന് അയച്ചു പോയി കഴിയുമ്പോൾ ഈ മണ്ണ് തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കൂടെ വെള്ളം താഴ്ത്തണമെങ്കിൽ വായു അടയ്ക്കുന്നത്. ഇതാണ് രാസവളത്തിന്റെ ഏറ്റവും വലിയ അപകടം. അപ്പം മണ്ണിൽ സൂക്ഷ്മജീവികൾക്ക് ജീവിക്കാൻ പറ്റാണ്ട് വരും, അത് നശിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് മണ്ണിൽ സൂക്ഷ്മജീവികൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഈ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ എന്നാ ചെയ്യണം? പുതയിട്ടാൽ മാത്രം വേറൊന്നും ചെയ്യണ്ട. മുകളിൽ മൾച്ചിങ് കൊടുക്കുക. ഈ മൾച്ചിങ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ദ്രവിക്കും. കുറേശ്ശെ ഇവിടെ കഴിയുമ്പോൾ ദ്രവിച്ച് കഴിയുമ്പോൾ എന്നാ കിട്ടും? കാർബൺ കിട്ടും. നൈട്രജൻ എവിടെയുണ്ട്? അന്തരീക്ഷത്തിലുണ്ട്. നൈട്രജൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സൂക്ഷ്മജീവികൾ ഉണ്ടാക്കി കൊടുക്കും. ഈ നൈട്രജൻ കൂടെ കമ്പൈൻ ചെയ്ത് വീട്ടിൽ ഹ്യൂമസ് ഉണ്ടാകും. ഹ്യൂമസ് ഉണ്ടെങ്കിൽ മാത്രമേ സൂക്ഷ്മജീവികൾ മണ്ണിൽ നിലനിൽക്കുകയുള്ളൂ. ഹ്യൂമസേലല്ല നിലനിൽക്കുന്നത്, മൺതരിയുടെ പുറത്ത് തന്നെ നിലനിൽക്കുന്നത്. പക്ഷേ മണ്ണിൽ ഹ്യൂമസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഹ്യൂമസിന്റെ അളവ് കൂടുന്തോറും വെള്ളത്തിന്റെ അളവ് മണ്ണിൽ കൂടുതലുണ്ട്. പിന്നെ 10 ഇരട്ടി ഏകദേശം വെള്ളം മണ്ണിൽ പിടിച്ചു നിർത്തി ഹ്യൂമസിന്റെ. സ്പോഞ്ച് പോലത്തെ സാധനം ഒന്ന് പിടിച്ചു ഹ്യൂമസ് എന്ന് പറയുന്നത്. സ്പോഞ്ചിൽ തരം വെള്ളം പിടിച്ചു നിർത്തി, ഈ പിടിച്ചു നിർത്തിയാണ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ മൾച്ച് ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ണിൽ ഒരിക്കലും സൂര്യപ്രകാശം ചെയ്യാൻ അനുവദിക്കും, ഡയറക്റ്റ് മണ്ണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്തെടുത്ത് എല്ലാം നല്ലപോലെ മൾച്ചിങ് കൊടുക്കണം. മൾച്ചിങ് നമുക്ക് 2 തരം മൾച്ചിങ് ഉണ്ട്. ഒന്ന് നമുക്ക് ലൈവ് മൾച്ചിങ്, മത്തൻ, കുമ്പളം, വെള്ളരി പോലത്തെ സാധനങ്ങൾ കൃഷി ചെയ്താൽ അത് ഒരു മൾച്ചിങ്. പിന്നെയാണ് നമ്മൾ ചപ്പിയാവുകൾ എല്ലാം കൊണ്ടുപോയി പറമ്പി നിരത്തിയിട്ട് കഴിഞ്ഞാൽ അത് മൾച്ചിങ്. ഇവിടെ മൾച്ചിങ്ങിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അടിച്ചു വരുന്ന കരിയില കൊണ്ട് ഇട്ടാൽ ഈ കരിയിലേക്കകത്ത് നൈട്രജനും ഫോസ്ഫറസും മഗ്നീഷ്യവും കാണത്തും. നിങ്ങളുടെ കളയണ്ട, ബാക്കിയെല്ലാം ഉണ്ട് അതിൻ്റെ. സസ്യത്തിന്റെ ഇല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തെ മൂലകങ്ങൾ നൈട്രജൻ ഫോസ്ഫറസും മഗ്നീഷ്യവും ഇത് കരിയിലേക്ക് വലിച്ചു, എന്നിട്ടാണ് ഇത് ഉണങ്ങിപ്പോയിട്ട് താഴെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചയായിട്ടുള്ള മൾച്ചിങ്ങാണ് മറ്റേ നിലത്ത് കളയരുത്. കിട്ടുന്ന കരിയിൽ നമ്മൾ മൾച്ച് ചെയ്യണം, നമ്മുടെ അത് മാത്രം പോരാ. അല്ലെങ്കിൽ പിന്നെയുള്ള നമ്മൾ ഇതുപോലെയുള്ള സസ്യങ്ങൾ കൃഷി ചെയ്യണം. അപ്പോൾ പാവിലാണെങ്കിലും തട്ടയിലാണെങ്കിലും അതൊരു മൾച്ചിങ് ചെയ്യും. കോവനിട്ടാൽ അതൊരു മൾച്ചിങ് തന്നെയാണ്, പക്ഷെ പൊങ്ങിയാന്നേ ഉള്ളൂ. മണ്ണിലേക്ക് സൂര്യപ്രകാശം പിടിഞ്ഞാൽ പറയുന്ന സാധനമാണ്. ആ സാഹചര്യം മതി. പയർ നടുന്നു, അല്ല പയറിൻ്റെ ഒരു കാര്യം കൂടെ കിട്ടും.
നൈട്രജനും കൂടെ കിട്ടും. പയറിൻ്റെ മുരിങ്ങ നടുക, ശീമക്കൊന്ന നടുക, ഇതൊക്കെ വെട്ടി വളർന്ന് കുറേ ആയി കഴിയുമ്പോൾ അതിൻ്റെ കമ്പ് വെട്ടി നേരെ മണ്ണിലോട്ടിടാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാർബണും നൈട്രജനും കൂടെ സംയോജിച്ചാണ് ഹ്യൂമസ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് 10 കാർബണും ഒരു നൈട്രജനും കൂടെ കൂടുമ്പോഴാണ് ഈ ഹ്യൂമസ് ഉണ്ടാകുന്നത്. ഈ കാർബൺ 3 തരമുണ്ട്. ഒന്ന് അൺസ്റ്റേബിൾ കാർബൺ, ഇത് മണ്ണിൽ നിലനിൽക്കുന്നു. രണ്ട് വോളറ്റൈൽ കാർബൺ, അതും നിലനിൽക്കുന്നു. മച്ചറായിട്ടുള്ള കാർബൺ മാത്രമേ മണ്ണിൽ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ നിലനിന്നാൽ തന്നെ ഇത് വീണ്ടും റിലീസായിട്ട് വീട്ടിലേക്ക് കാർബൺ ഡൈഓക്സൈഡ് ആയിട്ട്. അപ്പം ഈ മച്ചറായിട്ടുള്ള കാർബൺ കിട്ടുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ മച്ചറായിട്ടുള്ള സസ്യങ്ങളുടെ ഭാഗങ്ങൾ മണ്ണിൽ വന്നാലേ കിട്ടുള്ളൂ. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ കായ്ച്ച സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ വരും. അതല്ലെങ്കിൽ പൊഴിഞ്ഞു വീഴുന്നത് മച്ചറാണ്. ശരീരം പൊഴിഞ്ഞു വീണാൽ അത്തരം കാർബൺ മച്ചറാണ്. സ്റ്റേബിൾ കാർബണാണ്, അത് നിലനിൽക്കുന്നതാണ്. സ്റ്റേബിൾ കാർബൺ, വോളറ്റൈൽ കാർബൺ, സ്റ്റേബിൾ കാർബൺ, അങ്ങനെ 3 തരമുണ്ട്. ഈ സ്റ്റേബിൾ കാർബൺ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹ്യൂമസ് മണ്ണിൽ നിലനിൽക്കത്തുള്ളൂ. സ്റ്റേബിൾ കാർബൺ എവിടുന്നാണ് കിട്ടുന്നത് ചോദിച്ചാൽ മച്ചറായിട്ടുള്ള സസ്യങ്ങളുടെ ശരീരഭാഗത്തു നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കൽ കായ്ച്ചാൽ മതി. ഒരു ചീമക്കൊന്ന ഒഴിച്ചു വെച്ചു ഒരിക്കൽ കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഇല മുഴുവനും അല്ലെങ്കിൽ കമ്പ് മുഴുവനും സ്റ്റേബിൾ കാർബണായി. കൂത്തി കഴിഞ്ഞാൽ വോളറ്റൈൽ കാർബണേ ആവും. അത് അതിന് മുമ്പ് സസ്യത്തിന് അൺസ്റ്റേബിൾ കാർബണായി. പക്ഷേ നമ്മൾ ഈ ചീമക്കൊന്നയൊക്കെ ഇടുമ്പോൾ നൈട്രജന് വേണ്ടിയിട്ട് നമുക്ക് വെട്ടിയിടാം. അൺസ്റ്റേബിൾ കാർബൺ ഉള്ളതെങ്കിലും മറ്റ് സസ്യങ്ങളുടെ നമ്മൾ വേറെ മറ്റും കൊടുത്താൽ സ്റ്റേബിൾ കാർബൺ ഉള്ളവൻ്റെ അതിലോട്ട് ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഹ്യൂമസ് ഉണ്ടായിരിക്കും. അപ്പം ഇത്രയാണ് ആ ഒരു ഭാഗം പറയാനുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് മണ്ണിൽ ഹ്യൂമസും ഉണ്ടാക്കി മണ്ണിൽ ഇരുട്ടുണ്ടാക്കി സസ്യങ്ങൾ ഈ സൂക്ഷ്മജീവികൾക്ക് വളരാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജീവാമൃതം കൊണ്ട് മണ്ണിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സൂക്ഷ്മജീവികളെല്ലാം മണ്ണിൽ നിലനിൽക്കും. സസ്യങ്ങളുടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചാൽ മതി. ജീവനുള്ള സാധനമല്ല ഇത്. ജീവാമൃതം എന്ന് പറഞ്ഞ സാധനത്തിലുള്ള സൂക്ഷ്മജീവികൾ ജീവനുള്ളതാണ്. അത് മണ്ണിനടിയിലോട്ട് പൊക്കോളും. തന്നെയല്ല നമ്മളിത് ഒഴിക്കുമ്പോഴത്തേക്കും ഈ അധികം ചൂടുള്ള സമയം ഉച്ച നേരത്തൊന്നും ഒഴിക്കില്ല. 10 മണിക്ക് മുമ്പ് ഒന്നും ഒഴിക്കണം. അല്ലെങ്കിൽ വൈകുന്നേരം ഒഴിച്ചാൽ ഗുണം എന്നാ വെച്ചാൽ നമ്മൾ ഈ രാത്രി മഞ്ഞുവെള്ളം വീട്ടിൽ കൂടുതൽ മണ്ണിലോട്ട് പോകും. സൂക്ഷ്മികളെല്ലാം മണ്ണിലോട്ട് പോകും. മണ്ണ് നല്ലപോലെ കൾച്ചറായി പോകും. അപ്പം ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ഈ അണേറോബിക് ബാക്ടീരിയ നമ്മൾ ഈ സ്ലറിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ലറിയിലുള്ളത് അയണൈസ് ചെയ്ത കമ്പോസ്റ്റിലുമൊക്കെ ഉള്ളത് അയണൈസ് ചെയ്ത മൂലകങ്ങളാണ്. രാസവളം പോലത്തെ തന്നെ സാധനം. ഇതെല്ലാം കൺസ്യൂം ചെയ്തിട്ട് ഇതെല്ലാം പ്രവർത്തനം കഴിഞ്ഞ് സസ്യങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാവുന്ന സാധനമാണ് ഈ കമ്പോസ്റ്റ് ചെയ്യാതൊക്കെ ഉള്ളത്. ഇവിടുത്തെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവനും അണേറോബിക് ബാക്ടീരിയയുടെ നെക്സ്റ്റ് ജനറേഷൻ മുഴുവനും ഈ സാധനം മണ്ണിലോട്ട് വന്നു കഴിയുമ്പോൾ ഇത് പിന്നെ വരിക നടക്കും. അണേറോബിക് ബാക്ടീരിയ കാരണം മധുരം കിട്ടുമല്ലോ, സസ്യങ്ങളുടെ ഇതിൽ കൂടെ മധുരം കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും ഇതിന് വളരണമെങ്കിൽ ഓക്സിജൻ കിട്ടും. ഓക്സിജൻ അല്ല വേണ്ടി, നൈട്രജൻ അല്ല വേണ്ടി. മണ്ണിലെവിടെ നൈട്രജൻ ഉള്ളത്? ഹ്യൂമസിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഹ്യൂമസിൻ്റെ അകത്തുനിന്ന് ഈ അണേറോബിക് ബാക്ടീരിയാസ് നൈട്രജൻ വലിച്ചെടുക്കും. അപ്പം 10 കാർബണും ഒരു നൈട്രജൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ഹ്യൂമസിൻ്റെ അകത്തുനിന്ന് നൈട്രജൻ വലിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10 കാർബണും കൂടെ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് സംഭവിച്ച് കാർബൺ ഡൈഓക്സൈഡ് അന്തരീക്ഷത്തിൽ. അപ്പം മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഇത് നടക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഗ്യാസ് പ്ലാന്റിൻ്റെ അകത്ത് സ്ലറി ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി അന്നേരം സസ്യം നല്ലപോലെ വളരും. കാരണം ഇതെല്ലാം അയണൈസ് ചെയ്ത സാധനങ്ങളാണ്. ലോങ് ടൈമിൽ മണ്ണിന് ദോഷം ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ മണ്ണിൽ കൊണ്ട് കുമ്മായി ഇടുന്നത്. കുമ്മായി ഇട്ടാൽ ഈ മണ്ണിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടായിട്ട് ഈ മണ്ണങ്ങ് മാറും. ലോങ് സ്റ്റാൻഡിങ് 3 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മാത്രം ജീവിച്ചാൽ പോലും നമ്മുടെ സംസ്കാരങ്ങളൊക്കെ ജീവിക്കേണ്ടതല്ലേ ഇത്. അപ്പം കരിയും നടക്കും.
pH കുറയും, പെട്ടെന്ന് സസ്യം നല്ലപോലെ വളരും. ഓക്കെ. അപ്പം നമ്മൾ മണ്ണിൽ കുമ്മായി ഇടുന്നത് ഈ സ്ലറി പോലത്തെ സാധനങ്ങൾ അണേറബിക് ബാക്ടീരിയാസിന്റെ ഇതുകൊണ്ടുണ്ടാക്കുന്നതാണ്. ഓപ്പൺ ടാങ്കിലുള്ള നമുക്ക് കുഴപ്പമില്ല, അത് എറോബിക് ബാക്ടീരിയ. എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിലുണ്ടാക്കുന്ന കമ്പോസ്റ്റുകൾ നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ജപ്പാൻ ടെക്നോളജി മുഴുവനും ഈ സൈസിലാണ്. അതുകൊണ്ട് അത് നമുക്ക് നല്ലതല്ല, കൂടുതൽ നല്ല ഇതാണ്. അപ്പം ഏകദേശം കൃഷി സസ്യങ്ങൾ വളരുന്നതൊക്കെ മനസ്സിലായോ? എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. മൾച്ചിങ് വേണം. പിന്നെ പറയുന്ന ഇതാണ് മണ്ണിലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ. മണ്ണിലുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരടി മനസ്സങ്കല്പിച്ച് അരയടി ഒരു തൂപ്പാപ്പാക്ക്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇരട്ടി മൂലകങ്ങളാണ് അതിന്റെ അടിയിലുള്ളത്. സൂക്ഷ്മ ജീവികൾ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ഒരു 4 ഇഞ്ച് കനത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ, താഴോട്ട് പോകത്തില്ല. അവിടെയാണ് ഹ്യൂമസ് നമുക്ക് കഴിക്കുന്നത്, ആദ്യത്തെ 4 ഇഞ്ച് മണ്ണ്. അതിന്റെ താഴോട്ട് സൂക്ഷ്മകൾ പോകത്തില്ല. സസ്യങ്ങളുടെ ഫീഡിംഗ് റൂട്ട് മുഴുവൻ ഈ മുകളിലത്തെ 4 ഇഞ്ച് മണ്ണിലാണ് ഫീഡിംഗ് റൂട്ട് മുഴുവൻ. ബാക്കി റൂട്ട് എന്ന് പറയുന്നത് അതിനെ പിടിച്ചു നിർത്താനുള്ള റൂട്ടുകളാണ്. അപ്പം ഈ ആദ്യത്തെ അരയടി കനത്തിന്റെ നേരെ ഇരട്ടി മൂലകങ്ങളാണ് അതിന്റെ അടിയിൽ, അതിന്റെ ഇരട്ടിയാണ് അതിന്റെ അടിയിൽ. അപ്പൊ ഈ അങ്ങനെ താഴോട്ട് പോകുന്നതോറും മൂലകങ്ങളുടെ അളവ് കൂടി വരിക. മണ്ണിനെ എന്നാ ചെയ്യുന്നത്? 15 അടി വരെ താഴോട്ട് പോയി തുളച്ചു കൊണ്ടുപോയി മണ്ണ് കൊണ്ടുപോയി മേലെ കൊണ്ടുപോയി. എങ്ങനെയാ കൊണ്ടുപോയിടുന്നത്? അല്ല, പേസ്റ്റ് വരുക. അല്ലാതെ ഈ കല്ലുമണ്ണുമായിട്ടാണോ കൊണ്ടുപോയിടുന്നത്? മണ്ണിൽ അല്ല, പേസ്റ്റ് വരുവായിരുന്നു. ഇതിന്റെ വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഈ കുരുപ്പ എന്നല്ലേ പറയുന്നത്, കുരുപ്പ വെള്ളത്തിലിട്ടാൽ ലയിക്കുമോ? നോക്കിയിട്ടുണ്ടോ? അതങ്ങനെ തന്നെ വെള്ളത്തിൽ കിടക്കുകയുള്ളൂ. ഇല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ മഴ പെയ്ത് വെള്ളം ഒഴുകി പോയാൽ ഈ കുരുപ്പ എങ്ങനെ തന്നെ അവിടെ കിടക്കും. അപ്പൊ ഈ സൂക്ഷ്മ മൂലകങ്ങള് നമ്മൾ രാസവളം ഇട്ട് കഴിഞ്ഞ് വെള്ളം ഒഴുകി പോയാലല്ല ഇത് മുഴുവൻ കൂടി ഒഴുകി പോകല്ലേ, ഒഴുകി പോകത്തില്ല. ഈ കുരുപ്പ എങ്ങനെ പോകത്തില്ല, ഇതവിടെ കിടക്കും. ഈ സൂക്ഷ്മ മൂലകങ്ങൾ മുഴുവൻ ഇത് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ മേൽമണ്ണി മുഴുവൻ ഈ മൾച്ചിങ്ങിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ ഈ ജീവാമൃതം ഒഴിക്കുന്നത്. ജീവാമൃതം ഒഴിച്ചു കഴിയുമ്പോൾ സസ്യങ്ങളുടെ വേരിൽ കൂടെ ചൂട് വരുന്നതനുസരിച്ചാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആവശ്യമുള്ളത് മാത്രമേ ഇതിനെടുക്കുകയുള്ളൂ, അല്ലാത്ത കുരുപ്പി അവിടെ അങ്ങനെ തന്നെ കിടക്കുക. അത് നല്ല പേസ്റ്റ് വരുവായിട്ട് സസ്യങ്ങൾ മൂലകങ്ങളെ അയണൈസ് ചെയ്യാൻ സൂക്ഷ്മങ്ങൾ പെട്ടെന്ന് എളുപ്പമാണത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ മണ്ണിലോട്ട് ഈ ഇത്രയും സാമ്പിൾ മണ്ണ് മുഴുവൻ കൂടെ ഈ മൂലകങ്ങളായിട്ട് കൊണ്ട് നല്ല പേസ്റ്റ് വരുവായിട്ട് മോളിൽ കൊണ്ട് നിക്ഷേപിച്ചേക്കും. അപ്പൊ അങ്ങനെ സസ്യങ്ങൾക്ക് പെട്ടെന്ന് വളരാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത് ഈ മണ്ണിലെ പോയ വഴി, ഈ മണ്ണിയുടെ ശരീരത്തിലൊരു സ്രവമുണ്ട്. ഈ സ്രവം കൊണ്ട് ഈ മണ്ണെല്ലാം ഇങ്ങനെ സീരിയതാകും. അതുകൊണ്ട് തന്നെ ഈ സാധനം പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്നു. ഈ തുള ഇങ്ങനെ തന്നെ അവിടെ കിടക്കും. നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം നമ്മൾ മണ്ണെടുത്ത് നോക്കുമ്പോൾ അത് 2 വരെ ഉണ്ടെങ്കിൽ ആ മണ്ണ് എന്ന് പറയുന്നത് നല്ല അരിപ്പ് പോലത്തെ മണ്ണാണ്. ഇത് 24 മണിക്കൂറും ഇതിന്റെ പ്രവർത്തനം ഇതാണ്. ഈ മണ്ണ് കൊണ്ടേ മുകളിൽ കൊണ്ടിടും, പിന്നെ താഴോട്ട് പോകും, പിന്നെ താഴോട്ട് പോയി വീണ്ടും കൊണ്ടേ മുകളിൽ കൊണ്ടിടും. അപ്പൊ ഇതിന്റെ ശരീരത്തിനുള്ളിൽ ഭയങ്കര ചൂടാണ് മണ്ണിന്റെ. അതുകൊണ്ടാണ് ഈ മണ്ണും ഇതെല്ലാം ഭസ്മം പോലെയാക്കിക്കൊണ്ടിരിക്കുന്നത്, വേസ്റ്റ് പോലെയാക്കുന്നത്. ഇത് ഊർജ്ജം സ്വീകരിക്കുന്ന ഈ മണ്ണിൻ്റെ അകത്തുള്ള ജൈവവസ്തുക്കളിൽ നിന്നാണ് മണ്ണിനെ ഊർജ്ജം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഇത് മുകളിൽ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ ഈ മണ്ണ് നമ്മൾ ഒരു വർഷം മുഴുവൻ ഈ മണ്ണ് പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മണ്ണെന്ന് പറയുന്നത് നല്ല അരിപ്പോ പോലത്തെ മണ്ണായിരിക്കും. അപ്പം മണ്ണിലേക്കില്ല, ഇതിട്ട് കഴിയുമ്പോൾ മണ്ണിൽ ഓർമ്മ തന്നെത്താനെ വരും. ജീവാമൃതം ഒഴിച്ച് കഴിയുമ്പോൾ ഈ ജീവാമൃതത്തിന് അല്ലെങ്കിൽ ചാണകത്തിന്റെ മണം എന്ന് പറയുന്നത് മണ്ണിലേക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ കൂത്താട്ടയില്ല, മീനൊക്കെ ഇങ്ങനെ ഇതുള്ള ഒരു കൂത്താടി എന്ന് പറയുന്ന പോലെയാണ് മണ്ണിന് ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മണ്ണിനടിയിലും ഉണ്ട്. അതിങ്ങനെ സ്ലീപ്പിംഗ് സീൻ കിടക്കുക. ഈ സാധനം മുകളിൽ കഴിയുമ്പോൾ അന്നേരം ചാടി കയറി മുകളിൽ. മണ്ണിന് ഒത്തിരി ആയുസുള്ളത് ജീവി, ഭയങ്കര ആയുസാണ്. 15 വർഷത്തോളമൊക്കെ.
മണ്ണിൽ ഈർപ്പം മണ്ണ് ഉണങ്ങി കിടക്കുന്നതും അവിടെ പുതയില്ലാതെ മണ്ണിന് അടിയിലോട്ട് പോകും. അടി പോയി കിടക്കും. സാറ് പറഞ്ഞില്ല, അതായത് അനുകൂല സാഹചര്യം വരിക, ജീവാമൃത മഞ്ഞത്തിന്റെ സ്മെല്ല് വരിക, ചാണകത്തിൽ സ്മെല്ല് വരുമ്പോ എത്ര അടി പൊക്കി വരും. പൊങ്ങി വരും. അടിയിലുണ്ട്, ഉണ്ട്. പോയിട്ടില്ല. ഡ്രൈ ആയി കഴിയുന്ന അടിയിലോട്ട് പോകും. പുതയില്ലാതെ വരുമ്പോൾ അടിയിലോട്ട് പോകും. എല്ലാ മണ്ണിലും ഉണ്ട്. രാസവളം കഴിയുമ്പോഴും തന്നെ അടിയിലോട്ട് പോകും. രാസവളം ഇടുമ്പോൾ ഇതിന്റെ പ്രത്യേകത, രാസവളം ഇടുന്നതിന് ചത്തു പോകും. കളനാശിനി ഉപയോഗിക്കുന്നിടത്ത് മണ്ണിനെ കാണില്ല, ഒരുപാട് അടിയിലായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഈ നാടൻ പശുവിനെ വളർത്തിയാൽ നമുക്കറിയാം, പശുവിന്റെ മൂത്രം ഒഴിക്കുമല്ലേ? ഇല്ലേ? പശുവിന്റെ മൂത്രത്തിന് വലിയ പ്രത്യേകതയുണ്ട്. പശുവിന്റെ മൂത്രത്തില് നൈട്രജൻ എന്ന് പറഞ്ഞ സാധനം, പക്ഷേ മൂത്രത്തിന് എന്നാ മണം? അമോണിയയുടെ മണം അല്ലേ? അമോണിയയുടെ മണം അല്ലേ? എവിടുന്ന മണം വരുന്നത്? പശു മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത് മൂത്രത്തിലേക്ക് സ്വീകരിക്കും. അന്നേരമാണ് ഇതിന് അമ്മയുടെ മണം വരുന്നത്. ഫ്രഷായിട്ടുള്ള മൂത്രം നമുക്ക് കുടിക്കാം, കുഴപ്പമില്ല. ഇച്ചിരി കട്ടിയുണ്ടെന്നേ ഉള്ളൂ, പച്ചവെള്ളത്തിനൊക്കെ ഇച്ചിരി കട്ടിയുണ്ടെന്നേ ഉള്ളൂ, കുടിക്കാം. കുടിക്കുന്ന നല്ലതാ. ഏത് പ്രായത്തിലുള്ള എങ്ങനെയാണ് ഗോമൂത്രം കഴിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം, ചോദിച്ചോണേ, മറന്നുപോയത് പറഞ്ഞുതരാം. ഗോമൂത്രം നമുക്ക് കഴിക്കാം. അത് വായുതത്വം, പഞ്ചഭൂതങ്ങളിലെ വായുതത്വത്തെ കറക്റ്റ് ചെയ്യുന്നതാണ്. വായുതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചലനങ്ങൾ മുഴുവനും വായുതത്വത്തിലാണ്. വാതമൊക്കെ വരുന്നത്, ക്യാൻസർ വരുന്നത് ഒരു വാതരോഗം. ശരീരത്തിലുള്ള ചലനങ്ങളുടെ ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ നശിച്ചുപോയ കോശങ്ങളെ ശരീരത്തിന് പുറത്ത് കളയാനുള്ള ആ ഒരു മൂവ്മെന്റ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്. അതിനൊക്കെയുള്ള നല്ല മരുന്നാണ് ഇത്. അതിൻ്റെ ഞാൻ പറയാം, ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നില്ല, പക്ഷേ മൂത്രത്തിന്റെ കാര്യം ഞാൻ പറയാം. അപ്പൊ ഈ മൂത്രം പശുവിന്റെ ശരീരത്തിൽ പുറത്തു വന്നു കഴിയുമ്പോഴാണ് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രസ് ഓക്സൈഡ് ആയിട്ടാണ് അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉള്ളത്. അതിൽ നിന്നാണ് നൈട്രജൻ വലിച്ചെടുക്കുന്നത്. നൈട്രജൻ വലിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നൈട്രസ് ഓക്സൈഡ് നൈട്രജൻ വലിച്ചെടുക്കുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ റിലീസ് ആയില്ലേ? ഇല്ലേ? അപ്പൊ പശുമൂത്രം കിടക്കുന്നിടത്ത് ഓക്സിജൻ സാന്നിധ്യം കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പം തൊഴുത്തില് ഓക്സിജൻ കൂടുതലായിരിക്കും, ഓക്സിജൻ സാന്നിധ്യം ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഈ മൂത്രത്തിലേക്ക് നൈട്രജൻ മുഴുവൻ വലിച്ചെടുക്കുക. അപ്പൊ ഈ മൂത്രം ഇത് അന്തരീക്ഷത്തിലോട്ട് ആവിയായിട്ട് പോയി കഴിഞ്ഞാല് ഇത് അന്തരീക്ഷത്തിലുള്ള ജലകണികൾ ഇത് കുത്തിപ്പിടിക്കും. അതിന്റെ വേറെ സ്വഭാവം. അപ്പൊ ജലകണികൾ അന്തരീക്ഷത്തിൽ കുടിപ്പിച്ച് തന്നെ സംഭവിക്കുന്നത് മഴത്തുള്ളികൾ എഴുന്നേരതായിട്ട് വരും. അപ്പം പശു നിൽക്കുന്ന സ്ഥലത്ത് പശുമൂത്രം ഒഴിക്കും. ആ പ്രദേശത്തൊക്കെ ഈ പറഞ്ഞ പോലത്തെ നൈട്രജൻ ഇവിടുന്ന് മേലോട്ട് ആവിയായിട്ട് പോകും. ആവിയായി പോയാൽ ആ പ്രദേശത്ത് അന്തരീക്ഷത്തിലുള്ള ജലകണികളെ ഇത് കൂട്ടിപ്പിടിപ്പിച്ചാൽ മഴയായിട്ട് താഴോട്ട് വരും. താഴോട്ട് പോന്നു കഴിഞ്ഞാൽ പശുവുള്ള പ്രദേശത്ത്, അതിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തുള്ള മഴ അതിന് ദൂരെയുള്ള സ്ഥലത്തെ കഴിയും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ മഴ പെയ്താൽ എന്താ സംഭവിക്കുന്നത്? വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഉണ്ടാവുമോ? മഴ കൂടുതൽ പെയ്താൽ എന്താ സംഭവിക്കുന്നത്? വെള്ളപ്പൊക്കം ഉണ്ടാകും. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. പശു മൂത്രം മാത്രമാണ് ഒഴിക്കുന്നത്, ചാണകം ഇടുന്നില്ല. ചാണകം ഇട്ട് എന്താ സംഭവിക്കുന്നത്? മണ്ണ് റിയാക്റ്റീവ് ആവും. മണ്ണ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മണ്ണ് മുഴുവൻ അരിപോലെ ആക്കി വെച്ചേക്കുക. അപ്പൊ എന്തുമാത്രം മഴ പെയ്താലും ഈ മഴ മുഴുവനും കൂടെ മണ്ണിന്റെ അടിയിലോട്ടേ പോകുള്ളൂ. മണ്ണിന്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് റിച്ച് ആകും. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് റിച്ച് ആയാല് വേനൽക്കാലം വന്നാൽ കിണർ പറ്റുമോ? അപ്പൊ ജലദൗർലഭ്യത്തിനുള്ള ഒരു മാർഗം എന്നതാണ്, പ്രധാനപ്പെട്ട മാർഗം എന്നതാണ് പശു വളർത്തുക. എന്റെയൊക്കെ വീട്ടിൽ ഞാനിത് അനുഭവിച്ച ആളാണ്. എന്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി എനിക്ക് വേറൊരു പറമ്പുണ്ട്. അവിടെ ഒരു കണ്ടത്തിന്റെ ഇടിക്കില്ല. അവിടെ വെള്ളം അടിച്ച് എല്ലാ ദിവസവും ഒരു 1000 ലിറ്റർ വെള്ളം കൊണ്ട് വീട്ടിൽ കൊണ്ട് അടിച്ചിട്ടാണ് വീട്ടിലെ കൃഷി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തിനും ലാഭിഷമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. വെള്ളം നല്ല കുടിക്കാവുന്ന വെള്ളം തന്നെയാണ്. അപ്പൊ അതുകൂടെ കൊണ്ടുവന്നാലേ നമുക്ക് അല്ലെങ്കിൽ വീട്ടിലെ വെള്ളം തന്നെ തികയല്ല കൃഷിക്കൊക്കെ. അത്യാവശ്യം ഞങ്ങൾ വീട്ടിലുള്ളവർക്കുള്ള ആവശ്യമുള്ള വെള്ളം കിട്ടും വീട്ടിലെ കിണറ്റില്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഒരു
ഏറ്റവും എല്ലാം മുട്ടി വരാനുള്ള ഒരാൾ കഴിച്ച വെള്ളം കഴിച്ചിട്ടാണ്. അത് പശു വന്ന പിന്നെയാണ് ഞാൻ അനുഭവസ്ഥനാണ്. അപ്പൊ ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ജലദൗർലഭ്യത്തിനും വെള്ളപ്പൊക്കത്തിനും പരിഹാരമാണ് പശുവിനോട്. 30 ഡിഗ്രി ചെരുവുള്ള മണ്ണാണെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കുഴി താഴോട്ട് പോകത്തില്ല, നേരെ താഴോട്ട് പോകും. കാരണം മണ്ണിന്റെ ആക്റ്റീവായിരുന്നു. അവിടെ എല്ലാം സുഷിയാണ് മണ്ണിൽ. 15 അടി വരെ താഴ്ചയുടെ സുഷിയുണ്ട്. ഒരു ദിവസം മുട്ടുമഴ പെയ്താൽ ഒരു ദിവസം പെയ്ത് മാക്സിമം എത്രയാണ്? എത്ര സെന്റിമീറ്റർ മഴയാണ് പെയ്യുന്നത്? 25 അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ മഴ പെയ്യും ഒരു ദിവസം അല്ലേ? അതിൽ കൂടുതൽ പെയ്യുമോ? ഇവിടെ കിടക്കുന്ന എത്രയാ? 15 അടി താഴ്ചയുള്ള തുളയാ, സുഷിയാണ് കിടക്കുന്നത്. ഒഴുകിപ്പോകാൻ വെള്ളമുണ്ടോ? ഈ മലമ്പ്രദേശത്ത് വെള്ളം ഒഴുകി പോയിട്ടില്ല. ഇതെല്ലാം പടിഞ്ഞാറ് അങ്ങോട്ട് ചെന്നിട്ട് അവിടെയെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അങ്ങോട്ടെല്ലാം വെള്ളമുണ്ടോ? വെള്ളം ചെല്ലും, വലിയ അരുവിയായിട്ടും തോടായിട്ടും ഒക്കെ ഊറി 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 കുറേശ്ശെ ചെല്ലും. അത് മതി അവിടെ. അത് വെള്ളപ്പൊക്കം ഉണ്ടാകുമോ? വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നീർക്കുഴി കുത്തുന്നതിനും കയ്യാല വയ്ക്കുന്നതിനും ഒക്കെ അതിലൊക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പശുവിനെ വളർത്തുക. അതൊരു ഒരു കാര്യം. അപ്പം പിന്നെ നമുക്ക് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ജലം വേണമല്ലോ. വാട്ടർ സോഴ്സ് റിച്ച് ആയാലും ഇത് മുഴുവൻ മേലോട്ട് കയറി വരില്ല. കാരണം ഈ മണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം സ്പോഞ്ച് പോലത്തെ മണ്ണാണ്. സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച മണ്ണാണ്. ഹ്യൂമസ് ഒക്കെ നല്ല മണ്ണായത് മണ്ണ് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് മണ്ണിന്റെ മുകളിലോട്ട് വെള്ളം കയറി വരും. മുകളിൽ മൾച്ചിങ്ങല്ലേ ഉള്ളത്. എത്ര വേനലാണെങ്കിലും നിങ്ങൾ പുല്ല് നിൽക്കുന്ന സ്ഥലത്ത് പുല്ല് പഠിച്ച് നോക്കി അവിടെ മണ്ണിന് ജീവനം കാണും. അപ്പൊ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും. നമുക്ക് ഇറിഗേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യം വരത്തില്ല. അതാണ് പശുവിന്റെ ഒരു വേറെ പ്രത്യേകത. പിന്നെ മൾച്ച് ചെയ്യണം. അല്ല ഈർപ്പം ഇല്ലെങ്കിൽ ഞാൻ പറയാം അത് അല്ല മൾച്ച് ചെയ്താൽ ഈർപ്പം ഉണ്ടാവും. എത്ര കൊല്ലായി ചെയ്യാൻ തുടങ്ങിയിട്ട്? അതല്ല എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങി? അല്ല അത് നമ്മൾ നനച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോ നനച്ചു കൊടുക്കണം. എല്ലാം മാറി നമ്മളെ മണ്ണ് ശരിക്കും പരുവപ്പെട്ട് കഴിഞ്ഞാൽ ഈർപ്പം കയറി വരേണ്ടതാണ്. നമ്മള് വിളക്കിന്റെ തീക്കാത്തൊക്കെ എണ്ണ കയറി വരികയല്ല. അല്ല ഞാൻ പറയുന്നത് മണ്ണ് ശരിക്കും പരുവപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അല്ല ഞാനും കുറച്ച് ഇത് എടുത്തത് ചേർന്നു. പക്ഷെ അത് നോക്കുകയാണ് പറഞ്ഞത്. ഇത് ജീവം ഒഴിച്ചിട്ട് ഉദ്ദേശിച്ച് പല പറഞ്ഞില്ല. ഇതൊക്കെ ഉപയോഗിക്കപ്പെടില്ല. നനവ് കുറവാണ്. മണ്ണ് കിളച്ച് നോക്കിയിട്ട് അടി നനവുണ്ടോ? കിളച്ച് നോക്കുമ്പോൾ നനവുണ്ടോ? കിളച്ച് നോക്കുമ്പോൾ നനവുണ്ടോ? അതിന്റെ ഒരു കാര്യം പറയാൻ പറയാം. നമ്മൾ മൾച്ചിങ് എന്ന് പറയുന്നത് നമ്മളുണ്ടല്ലോ മണ്ണ് കൊണ്ടുള്ള ഒരു മൾച്ചിങ് ഉണ്ട്. അതായത് മണ്ണ് ഇളക്കി കൊടുക്കാന്നുള്ളത്. അപ്പം മുകളിൽ മണ്ണ് ഇളകി കിടന്നാല് ഇത് അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് മേലോട്ട് വന്നു കഴിയുമ്പോൾ സൂര്യപ്രകാശം നമുക്ക് പറ്റിക്കും. അപ്പൊ അത് അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ മണ്ണ് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്താൽ ഇളകിയ മണ്ണിന്റെ അകത്തൂടെ പിന്നെ മേലോട്ട് വരത്തില്ല. അപ്പൊ ഇളകിയ മണ്ണിന്റെ താഴെ വരെ വെള്ളം വരുള്ളൂ. അപ്പൊ അവിടം വരെ നമുക്ക് ജലം കിട്ടും. മുകളിൽ മാത്രം വെള്ളം ഇല്ലെന്നേ ഉണ്ടാകുന്നത്. മൺപൊത അതല്ല മൺപൊത കൊടുക്കണം. ചെറുതായിട്ട് മാക്സിമം 4 ഇഞ്ച്, അതിൽ കൂടുതൽ താത്തരുത്. 4 ഇഞ്ച് അത് ചെയ്ത് അതിനെ പുറത്ത് ചവർ ഇട്ട് കഴിഞ്ഞാല് രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ 4 ഇഞ്ച് താഴെ വരെ വെള്ളം പോകും. അല്ല ഒഴിക്കാം.
ഒഴിച്ചു കഴിഞ്ഞാലും അത് പ്രയോജനമില്ല. പ്രയോജനമുണ്ട്. അതിൽ ഈർപ്പം നിലനിൽക്കുന്നില്ലല്ലോ. ഇത് വരും, മഞ്ഞുവെള്ളം വരും. അതിൽ ആ വെള്ളം കൊണ്ട് അത് മതി. മതി. 3 മണി കഴിഞ്ഞാൽ ഒഴിക്കാം. 3 മണി കഴിഞ്ഞാൽ ജീവാമൃതം ഒഴിക്കാം. എത്ര പൊടി വേനലാണെങ്കിലും അതിനെ സംശയിച്ചു. എത്ര പൊടി വേനലാണെങ്കിലും 3 മണി കഴിഞ്ഞാൽ ജീവാമൃതം ഒഴിക്കാം. ഇനി അതാ ഞാൻ പറഞ്ഞത്, ജീവാമൃതം ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ചീര, ചീനി അങ്ങനെയുള്ള പയറൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഏറ്റവും നല്ലത് 4 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ പണിയാ. നമ്മൾ ചീര, ചീനി, പയറ് അങ്ങനത്തെ ചെറിയ സസ്യങ്ങളില്ലേ, വഴുതന, വെണ്ട, അങ്ങനെയുള്ളതൊക്കെ വെജിറ്റബിൾസ്, അതുപോലത്തെ സാധനത്തിന് 4 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ 4 ദിവസത്തിലേക്കല്ല, ഇന്ന് ഒഴിച്ച് 4 ദിവസം കഴിയുമ്പോൾ പിന്നെ കൊടുക്കുക, വീണ്ടും 4 ദിവസം കഴിയുമ്പോൾ പിന്നെ കൊടുക്കുക. അത് ഭയങ്കര ഒരു റിസൾട്ട്. ഡൈല്യൂട്ട് ചെയ്യണം. ഇല്ല, അതൊക്കെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സസ്യങ്ങളുടെ തണ്ടിന്റെ ഇത് നോക്കാം, തണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചീരയൊക്കെ ആണെങ്കിൽ ചീര നമ്മൾ സാധാരണ പറിച്ചു നടുവല്ലേ ചെയ്യുന്നത്. പറിച്ചു നട്ട് കഴിഞ്ഞാല് ഞാനത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, കുറ്റി അടിച്ച് 2 വടി ഇങ്ങനെ കിട്ടും. 4 കുറ്റി അടിച്ച് 2 വടി കെട്ടിയിട്ട് ഇതിന്റെ മുകളിലോട്ട് ചൂട്ടിടും, ഒരടി പൊക്കത്തിൽ. എന്നിട്ട് അതിന്റെ മുകളിലൊക്കെ നനച്ചു കൊടുക്കും, ദിവസം നനച്ചു കൊടുക്കും. ചീര നനച്ചു കൊടുത്തു കഴിഞ്ഞ് ഇതങ്ങ് വേര് പിടിച്ചു കഴിഞ്ഞാല് പിന്നെ ചൂട്ടെല്ലാം എടുത്ത് മാറ്റും. അത് കഴിഞ്ഞാല് നമുക്കൊരു 10 ഇരട്ടി വെള്ളം ചേർത്ത് ജീവാമൃതം കൊടുക്കും. ഇന്ന് നമ്മൾ 10 ഇരട്ടി വെള്ളം ചേർത്ത് ജീവാമൃതം കൊടുക്കും. 4 ദിവസം വീണ്ടും 10 ഇരട്ടി വെള്ളം ചേർത്ത് ജീവാമൃതം കൊടുക്കും. അങ്ങനെ ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന്റെ അളവ് കൊടുക്കും. പിന്നെ ഒരു 6 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, കുറച്ച് വലുതായി കഴിയുമ്പോൾ. ഈ ചീരയ്ക്ക് ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൈകുന്നേരം ചീര നനയ്ക്കുന്നത്. വൈകുന്നേരം ചീര നനച്ചാൽ മണ്ണിക്കൂടി നനയ്ക്കുള്ള ഇല വെള്ളം വീഴും. കാരണം ഇല്ലെങ്കിൽ രാത്രി ഇതിന് ഫംഗസ് വീഴും, പുള്ളിക്കുത്തി വീഴും. ചീര നനയ്ക്കുമ്പോൾ എപ്പോഴും രാവിലെ നനയ്ക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് 1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് 6 ഇരട്ടി വെള്ളം ചേർക്കുക. അത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് 4 ഇരട്ടി വെള്ളം ചേർക്കുക. അത് കഴിയുമ്പോൾ 2 ഇരട്ടി വെള്ളം, ഇനി 2 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് തീരാൻ കൊടുക്കുക. കൂട്ടി കൊടുക്കുക. അതായത് അതിന്റെ തണ്ടിന്റെ കട്ടി നോക്കിയാൽ മതി, തണ്ടിന്റെ ഇതിനനുസരിച്ചാണ്. അപ്പൊ പയറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പയറാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു 6 ഇരട്ടിയൊക്കെ വെള്ളം ചേർത്താൽ ഈ 10 ഇരട്ടി ചേർക്കുന്ന ചീരയ്ക്ക് മാത്രം മതി, വേറെ ഒന്നിനും അത്രയും ചേർക്കണം. പെട്ടെന്ന് കയറി വരും, നോക്കിയിരിക്കുമ്പോൾ ഓണം വരും. അതാ ഞാൻ പറയും 4 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ എടുത്താൽ. ഈ 4 ദിവസം കഴിയുമ്പോഴത്തേക്കുള്ള പ്രത്യേകം എന്താണെന്നറിയാമോ? 4 ദിവസം കൂടുമ്പോൾ ഒരു ഇലയുണ്ടോ, അടുത്ത 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ഇലയുണ്ടോ. നമ്മൾ ഈ ഓരോ ജീവാമൃതം കൊടുക്കുമ്പോൾ ഓരോ ഇല ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അതുപോലെ വളർന്നു വരും. ഇല കൊടുക്കും. ചാണകം കഴിക്കാവുന്ന സാധനമല്ലേ, ഗോമൂത്രം കഴിക്കാവുന്ന സാധനമല്ലേ. അത് അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ചീരയ്ക്കൊക്കെ ഒഴിക്കുമ്പോഴേ നമ്മളിത് അരിച്ചെടുത്തിട്ട് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ചാണകത്തിന്റെ അത് എപ്പോഴും ദഹിക്കാത്ത ഫൈബേഴ്സ് കാണും, ചെറിയ നാരുകൾ കാണും. ഇതേ ഒരു ഫംഗസ് പോകും. അപ്പൊ അത് ഇലയെ പറ്റിയിരുന്നാൽ അതേ ഫംഗസ് വളർന്നാൽ അത് ഇലയ്ക്ക് പോട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് അരിച്ചെടുത്ത് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 20 ഇരട്ടി 25 ഇരട്ടിയൊക്കെ വെള്ളം ചേർത്ത്, അല്ലെങ്കിൽ 100 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇല സ്പ്രേ ചെയ്യുന്നത്. അതൊരു പത്രപോഷണം, അതൊരു 2 ആഴ്ച കഴിക്കുന്നതാണ്. അതന്നേരം ഇലയുടെ ടൊമാറ്റോ ഒക്കെ നല്ല ആക്റ്റീവ് ആയിട്ട്. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇലയുടെ അടിയിൽ ഇങ്ങനെ വാൽവില്ലേ, എയർ സ്വീകരിക്കുക റിലീസ് ചെയ്യുന്ന സൗണ്ടേഴ്സ് റിലീസ് ചെയ്യുന്ന വാൽവ്, ആ ടൊമാറ്റോ ആക്റ്റീവ് ആകാനായിട്ട് നല്ലതാണ്. അടിയില്ല, മുകളിൽ ഒഴിച്ചാൽ മതി. സ്പ്രേ ചെയ്താൽ എല്ലായിടത്തും വീഴും, അടിയിൽ മുകളിലൊക്കെ വീഴും. സസ്യത്തെ വീണാൽ മതി, മനസ്സിലായിരുന്നു? പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ 4 ദിവസം കൂടുമ്പോൾ കൊടുക്കുക. നമ്മളിപ്പോ ഈ അതായത് നോർമലി പച്ചക്കറി നമ്മൾ ചെയ്യുവാണെങ്കിൽ 1 ആഴ്ച കൂടുമ്പോൾ ചെയ്യുക ജീവാമൃതം. ഞാൻ പറയുന്നത് 4 ദിവസം കൂടുമ്പോൾ പാക്കറ്റിലായില്ലെങ്കിലത്തെ കാര്യമാണ്. 4 ദിവസം കൂടുമ്പോൾ ഒഴിച്ചാൽ ഏറ്റവും നല്ലത്. നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് കൃഷി മാത്രമേ ഉള്ളെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ ജീവാമൃതം. അതല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുക.
ഈ പലേക്കർ കൃഷിയിൽ നിമാസ്ത്രം എന്ന് പറയുന്ന സാധനമാണ്. നിമാസ്ത്രം വേപ്പലയും ചാണകവും ഗോമൂത്രവും കൂടെ ചേർത്തുണ്ടാക്കുന്ന കീടനാശിനി. ഇതുണ്ടാക്കി വെച്ചാൽ ഇത് ഡയറക്റ്റ് സ്പ്രേ ചെയ്യുന്ന സാധനം നിമാസ്ത്രം. ആ സാധനം നമ്മൾ വെജിറ്റബിൾസ് കൃഷി ചെയ്യുമ്പോഴത്തേക്കും ആ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യാം. എന്നിട്ട് കീടങ്ങളെ ഒന്നും നോക്കണ്ട, എല്ലാ ആഴ്ചയിലും അത് സ്പ്രേ ചെയ്ത് വെക്കും. സാർ, അതിരിക്കത്തില്ലല്ലോ. കൂടുതൽ ദിവസം നിവാസമാകുമ്പോൾ അത് 6 മാസം ഇരിക്കും. 6 മാസം ഇരിക്കും. നിവാസം ഇരിക്കത്തില്ല. 6 മാസം ഇരിക്കും. പിന്നെ അത് തിളപ്പിക്കുന്നില്ലല്ലോ. ഒന്നും ഇല പിടിച്ചിട്ടുണ്ടാവില്ല. എല്ലാം കൂടെ ഗോമൂത്രവും ആ. ചാണകവും ചാണകവും വേപ്പലയും വെള്ളവും മാത്രമേ ഉള്ളൂ. ചേർത്ത് വെച്ചിട്ട് അത് 6 മാസം ഇരിക്കുമോ? 6 മാസം ഇരുന്നോളൂ. ഇത് ഒരു ബാഡ് സ്മെല്ലൊന്നും വരത്തില്ല. ഇല്ല ഇല്ല ഇല്ല, ബക്കറ്റിൽ ഒഴിച്ച് വെച്ചാൽ മതി. അല്ല അല്ല ഏറ്റവും നല്ല മൺകലത്തിൽ ഒഴിച്ച് വയ്ക്കുന്നത്. അതല്ല, പച്ചക്കറിക്ക് വേറെ പ്രശ്നം കായ്ക്ക് ഒന്നുമില്ല, അത് ഡയറക്റ്റ് സ്പ്രേ ചെയ്യാവുന്ന സാധനം. അതിന്റെ അത് ഇച്ചിരിയല്ലേ ഇത് വരുന്നുള്ളൂ. തിളപ്പിക്കാത്തോണ്ടാണ് ചോദിച്ചത്. അല്ല 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 അല്ല, അത് ഇരുന്നോളൂ. 6 മാസം ഇരുന്നോളൂ. അത് ഏത് കീടനാശിനി ഉണ്ടായാലും 6 മാസം മിനിമം. അതായത് ഒരു വർഷം വരെ ഇല്ല. അപ്പൊ ഇത് നമ്മൾ കീടങ്ങളെ ഒന്നും നോക്കണ്ട. കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലേലും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജീവാമൃതം ഒഴിക്കും. അപ്പൊ തിങ്കളാഴ്ച ദിവസം ജീവാമൃതം ഒഴിക്കണമെങ്കിൽ എന്നാ ഉണ്ടാക്കേണ്ടത്? ശനിയാഴ്ച ഉണ്ടാക്കണം. അപ്പൊ എല്ലാ ശനിയാഴ്ചയും നമ്മൾ ജീവാമൃതം ഉണ്ടാക്കണം. എല്ലാ തിങ്കളാഴ്ചയും നമ്മളത് കൊടുക്കുന്നു. ചൊവ്വ ബുധൻ, ബുധനാഴ്ച ദിവസം എല്ലാം മാത്രം അടിക്കുന്നു. വ്യാഴം വെള്ളി ശനിയാഴ്ച ജീവാമൃതം ഉണ്ടാക്കുന്നു. തിങ്കളാഴ്ച നമ്മൾ ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നു. ബുധനാഴ്ച നമ്മൾ നിർമാസ്ത്രം അടിക്കുന്നു. ഇതിങ്ങനെ കൃത്യമായിട്ടങ്ങ് ചെയ്താൽ ഒരു കീടവും വരത്തില്ല, ഒരു പ്രശ്നവും സസ്യങ്ങളും ഉണ്ടാകത്തില്ല. നമ്മൾ സ്ഥിരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നല്ല വിളവ് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ടിപ്പായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനം കടലിലെ വെള്ളം, കടൽ വെള്ളം 100 ഇരട്ടി ഡൈല്യൂട്ട് ചെയ്യും. ചെറിയ ഡൈല്യൂഷൻ ഒന്നും പോരാ. അത് ഭയങ്കര പക്ഷെ അതിനോട് ചിലർ ഭയങ്കര എതിർപ്പും പറയുന്നുണ്ട്. അത് കടലോര പ്രദേശങ്ങളിലാണ് കടൽ വെള്ളം നല്ലത്. നല്ലതെന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി സൈഡ് എഫക്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഉപയോഗിച്ച റിസൾട്ട് കിട്ടുന്നതാണ്. 100 ഇരട്ടി. അതായത് ഒരു വലിയ ഭാരമില്ലാതെ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് കടൽ വെള്ളം അത്ര ഒഴിച്ചാൽ മതി. വലിയ അളവൊന്നും വേണ്ട. കടലോര പ്രദേശത്തെ സുഹൃത്തുക്കളാകുള്ളൂ. അല്ല, കടലോര പ്രദേശത്തല്ലേ അതിന്റെ സാന്നിധ്യം ഉള്ളത്. നോർമലി നാച്ചുറൽ ആയിട്ടുള്ള സാധനം. ഞാൻ കൊണ്ട് കണക്കാക്കി കൊണ്ട് കോട്ടയത്ത് കൊണ്ട് അതുകൊണ്ട് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അശാസ്ത്രീയമായിട്ട് ചിലർ വിശദീകരിക്കുന്നു. നല്ല അളവില്ല. ഇത് നല്ല റിസൾട്ട്. ഏതാ? മോരിലായി മുല്ലയിലല്ല, നല്ല റിസൾട്ട്. മുല്ലയിൽ ഒരു ചാണകത്തിലുള്ള പോലെ തന്നെ ബാക്ടീരിയ ബാക്ടീരിയകളുള്ളത് അതുപോലെ കായ്കള് ഉണ്ടാകുന്ന പുഷ്പിക്കുന്ന വിരിയുന്ന സമയമുണ്ടല്ലോ, ആ നേരത്ത് മോര് വളരെ ഡൈല്യൂട്ട് 100 ഡൈല്യൂട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കായുടെ നല്ല കൊഴുപ്പ് കിട്ടാനെങ്കിൽ ആ പുറമേ ഇതാക്കി കിട്ടാനൊക്കെ നല്ല ഒത്തിരി ഗുണം ചെയ്യുന്ന സാധനമാണ്. 100 അത് ചെറിയ ഡൈല്യൂഷനുണ്ട്. ആ ഇച്ചിരി മുരൊഴിച്ചാൽ മതി, ബാക്കി വെള്ളം നീക്കിയത്. 2 ലിറ്റർ. 1 ലിറ്റർ ആയാലും മതി. അത് മോര് വേണം കേട്ടോ, തൈരല്ല. തൈരും മോരും 2 സാധനം. തൈര് കടഞ്ഞിറക്കിയത് വെള്ളം മാറ്റി കഴിയുമ്പോഴാണ് മോരാണ്. മോരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വെള്ളം ചേർക്കുമ്പോൾ ഇതിന് പവർ കൂടുതലാണ്. അതാണ് നമുക്ക് സംഭാരത്തിനുള്ള പ്രത്യേകത. മോരും വെള്ളം കുടിക്കുന്നതിൽ ഒരുപാട് ഗുണം കിട്ടുന്ന സാധനമാണ് വെള്ളം നീട്ടി 10 ഇരട്ടി വെള്ളം ചേർത്ത് സംഭാരമാക്കി കുടിക്കുന്നത്. അതാണ് നല്ലത് പറയുന്നത്. അപ്പം ഇതാണ് കൃഷിയായിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? അത് നിൽക്കട്ടെ അവസാനം. ബാക്കി കൃഷിയായിട്ട് ബന്ധപ്പെട്ട സംശയം എന്തെങ്കിലും ചെടിച്ചട്ടിയിൽ ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് മൂത്രത്തിന്റെ അളവ് കുറച്ച് നോക്കും.
നേരെ പകുതി മതി 5 ലിറ്റർ മതി. ജീവാമൃതം സെയിം തന്നെ, മൂത്രം കുറച്ച് മതി. ഈ ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ ചാണകത്തിൻ്റെ അളവ് കൂടിയാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചാണകം ഒരു പാട പോലെ ഇതിന് മുകളിൽ കിടക്കും. അന്നേരം അത് എയർ സർക്കുലേഷൻ ദോഷം ചെയ്യും. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അത് ചാണകം അത്രയും അളവ് ചാണകം ഇടണം. പിന്നെ ഇഷ്ടമുണ്ടാവും. അല്ല, 10 കിലോ ചാണകം 10 ലിറ്റർ മൂത്രം 200 ലിറ്റർ വെള്ളമാണ് കണക്ക്. ഞാൻ പറഞ്ഞത് അവിടെ തന്നെ 10 ലിറ്റർ ഒന്ന് ഇച്ചിരി ഉണ്ടെന്നാൽ നമ്മൾ കിടക്കട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടാൽ വേണ്ടെന്ന് പറയുന്നത്. അത് മൂത്രം കൂടിയാൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഒത്തിരി ഒന്നും കൂട്ടുണ്ടോ, കുറച്ചൊക്കെ കൂടിയാലും കുഴപ്പമില്ല. 10 എന്നുള്ള 11 ആയാലും കുഴപ്പമില്ല. പക്ഷേ ചാണകമാണെങ്കിൽ 10 എന്നുള്ള 9 ആയാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. കുറയുന്നതാണ് നല്ലത്. ഇത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യം ഒരു പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാം ആയില്ല. കൃഷിയുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും ആയില്ലേ. ഇവിടെ കപ്പ നടാറുണ്ടോ? കപ്പ നടുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊക്കെ നട്ടിട്ട് അപ്പുറത്തെ PMDS കളച്ചെടികളും പയറുവർഗ്ഗ ചെടികളും ഇലക്കറികളും എല്ലാം കൂടെ അതിന്റെ ഇടയ്ക്ക് നട്ടു. ഇടയ്ക്ക് വെതറിയിട്ടിട്ട് അതൊന്ന് മുളച്ച് ആക്കിയിട്ട് കൂടുന്നതിലൂടെ അതിന് തന്നെ പൊതയായിട്ട് പക്ഷെ പൊതയായിട്ട് കൊടുത്തപ്പോൾ ഒരു കളശല്യം പൊത കൊടുക്കണം. അത് പറയാം. അതിൻ്റെ അകത്തെ കാര്യം ഞാൻ പറയാം. ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സാറിന് ഉടലെടുത്താണല്ലോ കൂന കുട്ടിയാണല്ലോ കപ്പ നടുന്നത്. കൂന കുട്ടി കപ്പ നട്ട് കഴിയുമ്പോൾ കപ്പ നടുന്ന കൂടത്തിൽ തന്നെ അതിന്റെ 4 ദിവസം വരെ മഞ്ഞൾ കൂടെ നടുക. മഞ്ഞൾ എന്നിട്ട് നടുമ്പോൾ തന്നെ കംപ്ലീറ്റ് പൊത കൊടുക്കുക. നല്ല കട്ട് ചെയ്ത് ഇപ്പോൾ ചൂട്ടും ഒക്കെ നമുക്ക് ഇടാം. വലിയ ചൂട്ടൊക്കെ 2-3 വെട്ടിയാൽ ഇട്ടാൽ മതി. ചൂട്ടിടാം, ചവറിടാം, കരിയില ഇടാം. മഴ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. ഒന്ന് റബ്ബറിൻ്റെ അല്ല, തേക്കല, മഹാഗണി, മാഞ്ചിയം, അക്കേഷ്യ, യൂക്കാലി, കാപ്പിയല, ഇങ്ങനെയുള്ള ഒരു സാധനവും മഴയ്ക്ക് കൊടുത്തേക്ക്. ഈ സാധനങ്ങളൊന്നും മഴ ചെയ്യാൻ പറ്റിത്തേക്കരുത്. അതിന്റെ ഇലയിൽ ഒരു ടോക്സിനുണ്ട്. ആ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പ്രതികൂലമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഒരു സാധനമാണ് ചകിരിച്ചോറ്. ഡയറക്റ്റ് കൊടുക്കരുത്. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കി മാത്രമേ നമ്മൾ ഉറങ്ങി കൊടുക്കാറുള്ളൂ. അതിൽ പ്ലസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിന്റെ കമ്പോസ്റ്റ് ആക്കുന്ന ടെക്നോളജി ഉണ്ട്. കുറച്ചൊക്കെ വീണാലും കുഴപ്പമില്ല. മടലിട്ടൊന്നും കുടിക്കുക. തേങ്ങ പതിക്കുന്ന ചകിരി മടൽ കൊണ്ടിട്ടാൽ കുഴപ്പമില്ല. കാരണം അത് നാലും എല്ലാം കൂടെ കൂടി വലിയ കണ്ടന്റായിട്ട് ഈ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ചകിരിച്ചോറല്ലല്ലോ. അത് കുഴപ്പമില്ല. ചകിരി മടലിടാം. പക്ഷേ ഏത് മഞ്ഞൾ വന്നോളൂ. മഴ പെയ്യുമ്പോൾ കൃത്യ കയറി വന്നോളൂ. അപ്പം എന്നിട്ട് ഏത് നമ്മൾ കപ്പ സീസണിലായിട്ട് നടന്ന കാര്യം ഞാനിപ്പോ കപ്പ നമ്മൾ സീസണിലായിട്ട് നടന്നപ്പോഴേ ജൂൺ മാസം അല്ലെ അതിന് തൊട്ട് മുമ്പാ. എന്നിട്ട് നനച്ചു കൊടുക്കും. മെയ് മാസത്തിലൊക്കെ നടാം. ആ മേൽമഴ പെയ്യുന്ന സമയത്ത് കപ്പ നട്ട് വേണമെങ്കിൽ നേരത്തെ കിളിപ്പിക്കാം. അന്നേരം നമുക്ക് മഞ്ഞൾ കുഴിച്ചു വയ്ക്കാം. അപ്പം 4 വശത്തും കൂനയുടെ ആ ചെരുവിന്റെ പകുതിക്കലായിട്ട് വേണം നടാൻ. ചെരുവിലായിട്ട് 4 വശത്തും എലിയെ തടയാനായിട്ട് വേറെ മഞ്ഞൾ കിട്ടും. ഏത് കിട്ടിക്കോളും. അത് മതി, അത്രയും മതി. അപ്പൊ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് മൊത്തം മൾച്ച് ചെയ്തിട്ട് 4 കപ്പയുടെ നടുക്ക് കൊണ്ട് 2 പയറും കൂടെ നടുക. പയർ നടുമ്പോഴത്തേക്കും ഈ പടന്നു കയറുന്ന പയർ എടുത്താൽ കപ്പയിലൊക്കെ കയറിയ പ്രശ്നമുണ്ടാവും. കുറ്റിപ്പയർ പോലെ തടപ്പയറില്ല. തടപ്പയറാന്നല്ല, തടത്തിൽ വലിയ പയർ. അപ്പൊ ഈ തടപ്പയറും കൂടെ ഈ മൾച്ചിങ്ങിന്റെ മുകളിലോട്ട് അതങ്ങ് വളർന്നോളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ മഞ്ഞള് കപ്പയിലേക്ക് ചുറ്റി കയറാതെ ശ്രദ്ധിച്ചോണം. നമ്മള് ഇത് മൾച്ച് ചെയ്തിട്ട് 4 കപ്പയുടെ നടുക്ക് ഉടലിന്റെ നടുക്ക് ഇടയുണ്ടാക്കിയിട്ട് അവിടെ 2 പയർ നടുക.
എന്നിട്ട് അത് കിളുത്ത് കയറി വന്നിട്ട് മൾച്ചിങ്ങിന്റെ മുകളിലോട്ടാണ് പടന്നോളൂ. തടപ്പയറാണ് വലിയ പടന്ന് കയറുന്ന പയർ നടരുത്. ഉഴുന്നും ചെറുപയറൊക്കെ ഇടാം. ഉഴുന്നും ചെറുപയറൊക്കെ ഇടാം അതിന്റെ ഇടയിൽ. അത് പോരാ പോലെ പോരാ. നമ്മൾ ഈ ചുമ്മാ മണ്ണിൽ തന്നെ പന്തലിടാതെ നിലത്തൂടെ ഇങ്ങനെ പടന്ന പയറാണ്. കുറ്റിപ്പയറല്ല. കുറ്റിപ്പയർ നേരെ നിൽക്കുകയുള്ളൂ, കുറച്ച് പടരുത്. എന്നാ മറ്റേ പയർ പോലെ വലിയ പന്തല് അരിക്കൊഴിഞ്ഞ പയർ മുമ്പ് ഇഞ്ചി വലിയ വായി കൊണ്ടിരുന്ന പയർ അല്ല, അതല്ല, സാധാരണ പയർ തന്നെ. അത് പടർന്ന തടപ്പയറെന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അത് മറ്റേ പോലെ അത്ര മുളഞ്ഞു ചേരാത്ത പയറാണ്. അപ്പൊ ഇത് നമ്മളൊരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെന്ന് കപ്പയിൽ ഇത് പടന്ന് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ അത് അടിച്ച് മാറ്റി നിലത്തോട്ടിടണം, അല്ലെങ്കിൽ കപ്പയെ ഒടിച്ചു കളയും. തന്നെയല്ല, കപ്പ കയറി അടുത്ത കപ്പയിലോട്ട് ഇത് കൂടി പടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിലൊന്നും കയറാനൊന്നും പറ്റാണ്ട് വരും. എന്നിട്ട് എല്ലാ ആഴ്ചയിലും ജീവാമൃതം ഉണ്ടാക്കുക. ആദ്യം ചെയ്യേണ്ടത് ജീവാമൃതം ഉണ്ടാക്കി അരക്കപ്പുള്ളി കൂനരൊഴിച്ചു കൊടുക്കുക നടുപ്പത്തോട്ട്. പയറിന് ചോദിച്ചു പയറിനൊരു 1/4 കപ്പ് മതി. പയറിന് വെച്ച് കഴിഞ്ഞാൽ 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയായി ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കപ്പിപ്പോലും ഒറ്റ ഒഴിക്കല് നമ്മെ അറ്റം വരെ ഒന്ന് ഒഴിച്ചേക്കുക. അത് ചോടൊന്നും നോക്കണ്ട, ഇടയ്ക്കൊന്നും ഒഴിച്ചേച്ചാൽ മതി. പയറൊന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. അങ്ങനെ തലകം വിലങ്ങ് ഒഴിക്കുക. അളവ് ഇത് തന്നെ, 1/2 ഏക്കറിന് 200 ലിറ്റർ. അത് കഴിഞ്ഞാൽ അത് പയറും കിട്ടും ഇഷ്ടം പോലെ. കപ്പയും ചൊവ്വാകും, എലി ഉണ്ടാകുകയില്ല, കപ്പയ്ക്ക് നല്ല രുചി ഉണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ. കറുപ്പം പോലെയുള്ള മണ്ണ് അടിക്കലും മണ്ണ് കുത്തി വരുന്ന ആ എനിക്ക് ഈ നാഗരികോട് മഞ്ഞള 100% കുറവൊക്കെയാണ്. കുറെയൊക്കെ ഗുണം ചെയ്യും. പന്നിയലിക്ക് വേലിയാണ്. പന്നിയലിക്കാണ് ഇത് ഏറ്റവും നല്ലത്. ഇനി എലിയെ പിടിക്കാനായിട്ട് ഇനി അതൊക്കെ പഠിപ്പിച്ചു തരാം. വരപ്പനെ പിടിക്കാനായിട്ട് നമ്മള് ഇന്ന് എപ്പോഴും നോക്കണം കപ്പയ്ക്കകത്ത് ഇടയ്ക്കൊക്കെ. എലി ഈ വരപ്പനുണ്ടെങ്കിൽ അറിയാമല്ലോ, അതാ പറഞ്ഞ അത് മണ്ണ് പുറത്തോട്ടോ. മണ്ണ് ഇങ്ങനെ ഗുരുഗുരായിട്ട് എവിടെയെങ്കിലും കിടക്കും. അല്ലെന്നേ, ഈ പരപ്പനേലിയാണെങ്കിൽ ഈ മണ്ണ് എവിടെയെങ്കിലും പുറത്തിറക്കും. അടിയിൽ കൂടിയാകും വരുന്നത്. എലി പുറത്ത് വരത്തില്ല, പുറത്തോട്ട് മാളം കാണത്തില്ല. പക്ഷെ ഇതിന്റെ എവിടെയെങ്കിലും ഒരു എൻട്രൻസ് എവിടെയെങ്കിലും കാണും. പോകുന്നിടത്ത് മണ്ണ് കാണാം പുറത്ത്. അത് കേറുന്നിടത്ത് എവിടെയെങ്കിലും മണ്ണ് ഇറക്കും. എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആ കപ്പയുടെ ഒരു ഇത്രയും വട്ടത്തിനുള്ളിൽ എലിയുണ്ട് മണ്ണിറക്കുന്നത്. അത് നമ്മളിങ്ങനെ കോലുകൊണ്ട് കുത്തുമ്പോൾ അങ്ങ് താന്നു പോകും. ഒരു 5 കുടം വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ നമ്മൾ പകൽ ചെയ്തിട്ട് കോലുകൊണ്ട് കുത്തുക. കുത്തിയിട്ട് ഈ കുത്തി ആ കോലങ്ങ് ഇറങ്ങി പോകുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുത്തിയങ്ങ് ഒഴിക്കണം. ഒഴിച്ചിട്ട് നമ്മൾ മണ്ണുകൊണ്ട് ഇടിച്ചിട്ട് കൊടുക്കണം. ചെളിയാക്കി ഇടിച്ചിട്ട് കൊടുക്കണം. ഇടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കറിയാലോ, ഇവന്റെ ഒരു എമർജൻസി എക്സൈറ്റ് ചേർക്കുക. അതായത് ഏതെങ്കിലും ഒരു ഇലയുടെ അടിയിലോ എവിടെയെങ്കിലും ഒരു മണ്ണിന് മുകളിലോട്ട് കഴിയുമ്പോൾ വരും പോകാനല്ലേ. എമർജൻസി വരുന്ന ഇതിന് ഓടാനുള്ള സാധനം. അപ്പം 2 പേര് വേണം. ഒരാൾ ഒരു വടിയായിട്ട് ഓടാൻ നിൽക്കണം, ഒരാൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് നിൽക്കൊണ്ടിരിക്കണം. ഈ നിൽക്കുന്നയാൾ വടിയായിട്ട് നിൽക്കുന്നയാൾ ഇങ്ങനെ നോക്കണം എവിടെ നിന്നെങ്കിലും ഇവരെ ഇറങ്ങി ഓടുന്നുണ്ട്. ഇത് വലിയ സ്പീഡിൽ ഓടിയാൽ തെരിയും. പയ്യെ ഓടുള്ളൂ, തല്ലിക്കൊല്ല. ഓടിപ്പോകുന്നവർ തല്ലിക്കൊല്ലാന്ന് വരും. അതാണ് തുരപ്പനുള്ള ഏറ്റവും എളുപ്പമാർഗം. പിന്നെ അല്ലെങ്കിലുള്ളത് എലിവിൻ്റെ ഉണ്ടാക്കിയിട്ട് ഈ കുത്തുന്നെടുത്ത് നമ്മളിങ്ങനെ ചതുരത്തിൽ മണ്ണെടുത്ത് മാറ്റണം. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുള്ള വഴി അത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് ചെറിയ എലിവിൻ്റെ തേങ്ങായോ അല്ലെങ്കിൽ ഉള്ളി ചുറ്റുന്നത് വെച്ചിട്ട് ഇതിൻ്റെ അത് വെച്ചിട്ട് ഒരു കമ്പുമ്പാള പോലത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ തലവായിട്ട് മൂളങ്ങ് നോക്കി കളഞ്ഞ് എടുത്തേക്ക് അതൊന്നും അതെടുത്തോളൂ. അങ്ങനെ തുരപ്പനെ കൊടുക്കും. 2 മാർഗമുള്ളത്. ഇനി നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് തുരപ്പനെ കിട്ടിയില്ലെങ്കിൽ നാളെ ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വന്നതാണ്. അന്നേരം അവിടെ ഈ വെള്ളം ഒഴിക്കുക, ഇതുപോലെ കുത്തി വെള്ളം ഒഴിക്കുക. ഈ നമ്മൾ ഈ ഉടലെടുക്കുമ്പോൾ ഈ കൂനി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ കൂനയുടെ മുകളിൽ വെള്ളം ചെല്ലിയത് ഇവൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. ഈ തല ഈ മുകളിലോട്ടാക്കിയിട്ട് പുറത്ത് വരുന്നത്. അന്നേരം അങ്ങനെ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമുള്ളൂ. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ചോറിന് മണ്ണൊക്കെ കുത്തിയിട്ട് കഴിയുമ്പോൾ ഇറങ്ങി കൊടുക്കും, പുറത്ത് തല്ലിക്കൊല്ലാം. പിന്നെ ഒന്ന് അത് മറ്റേ പന്നിയലിക്ക് നമ്മൾ ഒരു 10 സെന്റൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ ചാക്ക് കൂട്ടി തയ്ക്കുക നീളത്തിൽ. എന്നിട്ട് ചുറ്റും വേലി കെട്ടുക. ഇത് കെട്ടുമ്പോൾ
അരയടി മണ്ണിലോട്ട് താത്തി ഒരു സൈഡ് ചുറ്റും വേലി കെട്ടിയിട്ട് 2 എൻട്രൻസ് വരും. 10 സെന്റാണെങ്കിൽ 2 എൻട്രൻസ് വരും. ഈ 2 എൻട്രൻസിൽ തൂക്കടിച്ച് വരും. തൂക്കടിച്ച് കഴിയോ? തൂക്കടിച്ച് കഴിഞ്ഞിട്ട് പലക വെച്ചിട്ട് അതിന് കൂടി കല്ല് കയറ്റി വെച്ചിട്ട് 2 വശത്തുനിന്ന് ഇങ്ങനെ കോരി വെച്ചിട്ടുള്ള ഈ തൂക്കടിച്ചിട്ട് വെച്ചിട്ട് പിന്നെ ഇതിലേക്കൂടെ മാത്രമേ ഇവിടെ കയറാനുള്ള വഴി ഉണ്ടാക്കാവൂ. അന്ന് ഇനി ആദ്യം ഒന്ന് ചാക്കിന് ചുറ്റുമെന്ന് വേണം. എന്തെങ്കിലും വഴിയുടെ ഇലവഴി കഴിയുള്ളൂ. അവിടെ നമ്മൾ തൂക്കടിച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റ കിട്ടുന്നില്ല. ഈ 2 മാർഗം തുറപ്പനാണേലും പിടിക്കാം, ഇതാണേലും പിടിക്കാം. ആണ് കപ്പ കൃഷിക്കുള്ള ഒരു കാര്യം. പിന്നെ നമ്മള് പിന്നെ പന്നിയേലി ശർക്കര അത് വിഷം വയ്ക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഏത് ആ പറ്റിയ എല്ലാം ഉപയോഗിക്കണം. കുറച്ച് ഇലകൾ നമ്മൾ ഉപയോഗിക്കരുതാത്തതാണ്. ബാക്കിയെല്ലാം ഉപയോഗിക്കാം. മാവ് പ്ലാവെല്ലാം ഉപയോഗിക്കാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മള് ഈ പഴുത്ത് വീണ ഇലയ്ക്ക് ഗുണം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചിലകളും കൂടെ കൂടി മൾച്ച് ചെയ്യുക. അത് ശ്രദ്ധിച്ചാൽ മതി. പഴുത്തില വേണ്ടെന്നല്ല, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ വേണം. അപ്പൊ എങ്ങനെയും നമ്മുടെ വീട്ടിൽ കുറെ പാഴ്മരങ്ങൾ നിർത്തണം. വട്ട, വെട്ടി, പേഴ്, അങ്ങനെയുള്ള കുറെ മരങ്ങള് മൾച്ചിങ്ങിന് വേണ്ടിയിട്ട് തന്നെ 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ 10 സെന്റ് നമ്മള് ഇങ്ങനെയുള്ള മരങ്ങളാണ്. അത് നമുക്ക് കുരുമുളാക്കിയിട്ട് വിടാം, താഴാകത്തില്ല. പിന്നെ ചീമക്കൊന്ന എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അത് ഈ ഗോതമ്പേരെ എരിഞ്ഞോട്ട് പിടിപ്പിച്ചത്. അതിങ്ങനെ ഗോതമ്പ് തന്നെ, പക്ഷെ അതിന് ശകലം പോലും സ്മെല്ലില്ല. എനിക്ക് ഒരു ദിവസം 10 കണക്കിനൊക്കെ വീടില്ല. അപ്പൊ ഞാനിങ്ങനെ 4 വന്നപ്പോൾ അയൽക്കാരൻ പറഞ്ഞു എനിക്ക് ഒഴുകുന്നുണ്ട്, ഒഴുക 6 കിട്ടും. അപ്പൊ അത് പെരയിരിക്കുകയാണ് ഏറ്റവും ഈ സാധനം ശരിയായ ഗോതമ്പ് തന്നെ, അത് വറുക്കുക. അവരെ ഏതോ സിസ്റ്റത്തില് വെല്ലുവിളി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുറത്ത് ശകലം പോലും സ്മെല്ല് വരുന്നത് ചെറിയൊരു 50 രൂപ പാക്കറ്റ്. അതുകൊണ്ട് റൂട്ട് നോക്കിയിട്ട് ഉറപ്പാ എടുക്കുകയും ചെയ്യും. ബിസ്ക്കറ്റ് എങ്ങനെയാണ് വേറെ കോഴിവെള്ളം ആർക്കൊന്നും പറ്റില്ല. കോഴിയുള്ളവർക്ക് ഇവിടെ വരുന്നത് അരിയാണ്, അരി ബിസ്ക്കറ്റാണ്. ഞാൻ പണ്ടാ ഞാൻ ബോണ്ടായിക്കകത്ത് വിഷം പോയി, വലിയ വിഷം. ബോണ്ടായിക്കകത്ത് വിഷം വെച്ചിട്ട് ഈ ഒരു 10-25 ഞാൻ കൊണ്ട് വെച്ചായിരുന്നു. ഉണക്കമീൻ ചുട്ട് അതിനകത്ത് വിഷം കയറ്റലാണ്. ഇത് സംഭവിച്ചാല് ഞാനീ വിഷം വെച്ച് പോയി. ഞാൻ പോകുന്ന പുറകെ വന്ന് വീട്ടിലെ പട്ടി മുഴുവൻ എടുത്ത് തിന്നു. അവിടെ ഇത്രയും വിഷം നിന്നല്ലേ പട്ടി പോക്കാവും എന്ന് വിചാരിച്ചോണ്ടിരുന്നു. പിറ്റേ ദിവസം നേരം വിളിച്ചപ്പോഴും പട്ടിക്കൊരു കുഴപ്പമില്ല. പട്ടി മുഴുവൻ ഛർദ്ദിച്ച്, അത് മുഴുവൻ ഛർദ്ദിച്ച് പട്ടി രക്ഷപ്പെട്ടു. പറ്റി എന്നാന്നറിയാം, ഛർദ്ദിച്ച് മുഴുവൻ കോഴി മഴയിൽ ചേർത്തു. 15 കോഴി എത്തുള്ളൂ. അങ്ങനെ എനിക്കൊരു അർത്ഥം പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഛർദ്ദിച്ച് കണ്ടപ്പോ അത് മൂടിയിട്ടാ മതിയായിരുന്നു വന്നിട്ട്. അത്ര ഓർത്തില്ല. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ മൂത്രത്തിന്റെ കാര്യം പറയാം അല്ലേ. മൂത്രം പഞ്ചഭൂതങ്ങളില് നമ്മുടെ ശരീരത്തിലെ വായുതത്വത്തെ കറക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഗോമൂത്രം. ഗോമൂത്രത്തില് നമുക്ക് ശരീരത്തിന് വേണ്ട കുറെ മൂലകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. എസെൻഷ്യൽ മൂലകങ്ങൾ പറയണമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ചലനങ്ങൾ മുഴുവൻ വായുതത്വത്തിലാണ്. വായു തത്വമാണ്, വായുവിലല്ല, എയറല്ല, വായു തത്വം. നമ്മുടെ ശരീരത്തിലുള്ള ചലനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ബ്ലഡ് സർക്കുലേഷന്, ഡെഡായിട്ടുള്ള കോശങ്ങൾ പുറത്തോട്ട് പോവുക, നമ്മുടെ പുതിയ കോശങ്ങൾ ഉണ്ടാകാനായിട്ട് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ ശരീരത്തിലേക്ക് പാർപ്പിക്കുക, ആഹാരം ദഹിപ്പിക്കുക, ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുക, ഇങ്ങനെയുള്ള പിന്നെ നമ്മൾ ആക്ടിവിറ്റീസ്, നമ്മുടെ ചലനങ്ങൾ, ഫിസിക്കലായിട്ടുള്ള ചലനങ്ങൾ, ഇത് മുഴുവനും വായുതത്വത്തിലാണ്. ഈ വായുതത്വം കറക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഗോമൂത്രം.
ഇത് വായുതത്വം കറക്റ്റ് ആയാൽ നമുക്ക് ഇതിൻ്റെ ഒരു രോഗം വരത്തില്ല. വീഴും. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗോമൂത്രം കഴിക്കുക. അതിൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ 20 ml. 20 ml ഏറ്റവും നല്ലത് രാവിലെ 5 മണിക്ക് കുടിക്കുന്നത്. കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് 8 മടക്കുള്ള തുണി കൊണ്ടായിരിക്കണം. 8 മടക്ക് തുണി കൊണ്ടായിരിക്കണം. 8 മടക്ക് വേണം. 1 മടക്കി 2 മടക്ക് 4ആയി. മൂന്നാമത്തെ മടക്ക് 3 പ്രാവശ്യം മടക്കി കഴിയുമ്പോൾ 8 മടക്കാണ്. 8 ലെയർ വരും. അത് അരിച്ചിട്ട് അത് 1 മണിക്കൂറിനുള്ളിലെങ്കിലും കുടിക്കണം. 1 മണിക്കൂറിനുള്ളിൽ മൂത്രം ഒഴിച്ച് 1 മണിക്കൂറിനുള്ളിൽ കുടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നൈട്രജൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് പൗഡർ സ്മെല്ലൊക്കെ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാവും. മറ്റൊന്നാണ് ചെറിയ ചൂട് കാണും. ആ ചൂടോടെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് കുടിക്കുക. ആദ്യം 1 സ്പൂണൊക്കെ കുടിച്ച് നോക്കുക. നോക്കാൻ എനിക്കൊക്കെ ചെയ്യുക. മാനസിക പ്രശ്നം കൊണ്ടല്ല അത് കുഴപ്പമില്ല. കുടിച്ചു കഴിഞ്ഞാൽ 20 ml കുടിക്കേണ്ടത്. കുടിക്കേണ്ട അളവ് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗം വരത്തില്ല. പിന്നെയുള്ളത് മച്ചറായിട്ടുള്ള പശുവിൻ്റെ മതി ഇളകി കഴിഞ്ഞിട്ടുള്ള പശുവിൻ്റെ മുദ്ര കുടിക്കാറുള്ളത്. അത് അതിനെ ഏറ്റവും കൂടുതൽ ഗുണമുള്ളൂ. പിന്നെയുള്ളത് ഏകാദശി, കർത്തമാവ്, ഗ്രഹണം അങ്ങനെയുള്ള ദിവസങ്ങളിലെ മൂത്രങ്ങൾ എടുക്കുന്നു. പ്രസവിക്കുന്നതിന് 1.5 മാസം മുമ്പ് വരെ മൂത്രം എടുക്കുക. പ്രസവിച്ച് കഴിഞ്ഞിട്ട് 1.5 മാസം കൂടെ കഴിഞ്ഞിട്ട് മൂത്രം എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാളെ തുടങ്ങുമല്ലേ? ഒരു സംശയം പറയുന്നത് താങ്കൾ പറഞ്ഞ വെളുപ്പിന് 5 മണിക്ക് കഴിക്കണമെന്നും അത് 5 എടുക്കുക 8 എടുക്കുക കുടിയിലയക്കണമെന്നും എൻ്റെ ഒരു സംശയം. പശു ഞാൻ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരാളും ആണ് അത് തിരിച്ചൊക്കെ പറയാൻ നേരം വെളുക്കുമ്പോൾ ആദ്യം ഒഴിക്കുന്നത് കുറച്ച് 6 മണി ആദ്യം ഒഴിക്കുന്നതിനാണ് ഗുണം കൂടുതൽ. ഇന്ന് 2 ഞാൻ വായിക്കുന്നുണ്ടെന്നും കണ്ടതും കേട്ടതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കോളേജ് പ്രൊഫസറെ രാവിലെ പൊളിച്ചെന്ന ബസ്സിൽ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുന്നത് കൈകൊണ്ട് വാങ്ങിച്ച് അത് അത്യാവശ്യം കുടിക്കുകയും ബസ്സിന് മണം ചെയ്തിട്ട് അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ ആ അരിപ്പയുടെ പരിപാടി ഇത് മാർക്കറ്റിൽ മേടിച്ച് അരിച്ച് കഴിക്കണം എന്നുള്ള അതാണ് ഗുരുചിയാണോട് പറയുന്നത്. അരിച്ച് കഴിക്കണം. അതിൻ്റെ അത് ചില ഫൈബേഴ്സ് ഉണ്ട്, ചെറിയ നാരുകൾ വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അരിച്ച് കഴിക്കണം എന്ന് പറയുന്നത്. അത് കുടിച്ചാൽ കുഴപ്പമില്ല. കഴിഞ്ഞാലുണ്ടല്ലോ ഞാനും കണ്ടിട്ടുണ്ട്. നേരെ കൈ ബാക്കി തലയിലോട്ട് ഉണങ്ങുകയും ചെയ്യും. അത് അരിച്ച് കഴിച്ചാൽ മതി. അരിച്ച് കഴിക്കുന്ന നമുക്ക് അങ്ങനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. വേറെ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ പശു എണീറ്റ് സാധാരണഗതിയിൽ ചാണകം ഇടും. ചാണകം ഇട്ട് കഴിഞ്ഞാൽ 2-3 മിനിറ്റിനുള്ളിൽ മൂത്രം ഒഴിക്കും. മൂത്തി നിന്നാൽ മതി. പക്ഷേ രാവിലെ കിടക്കുമായിരിക്കുമല്ലോ തൊഴിച്ച്. എണീറ്റ് കഴിഞ്ഞാൽ അന്നേരം ചാണകം ഇടും. ചാണകം അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് മൂത്രം കുറച്ചൊഴിച്ചാൽ മതി. പകുതി മതി.